നമ്മുടെ അബാൻഡൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്രാവശ്യം അബാൻഡൻ ഇൻ തമിഴ്നാട്. ഒട്ടും വെച്ച് താമസിപ്പിക്കുന്നല്ല, സബ്സ്ക്രൈബേഴ്സ് വരൂ പ്ലീസ്, വരൂ. വെൽക്കം. ഓ എന്ത് പിടുത്തം, ആമറസ്റ്റല്ലോ ചെറുതായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കയ്യിൽ എടുത്ത് മാനേജർ വന്നില്ലേ? മാനേജർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം. ഇപ്രാവശ്യം മാനേജർ ജയിക്കുമോ? ഇപ്രാവശ്യം എന്തായാലും ജയിക്കും. 2 പ്രാവശ്യം തോൽവിയിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം ജയിച്ചിരിക്കും. കേട്ടല്ലോ. എന്തായാലും എങ്ങനെ ടീം ഡിസൈഡ് ചെയ്യണം പറയൂ? കോയിൻ ടോസ്. അപ്പം ഹെഡോ ടെയിലോ? ഹെഡ്. അപ്പൊ ഹെഡ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടീമിൽ പോകണം, എന്റെ കൂടെയാ അല്ലെ മാനേജറിന്റെ കൂടെയാ? ഓ ഹെഡാ. നമുക്ക് എന്ത് കിട്ടിയെന്ന്? ഓ ഹെഡ്. എനിക്ക് വയ്യ. അപ്പൊ നമ്മുടെ കൂടെ അല്ലേ മാനേജർ? എല്ലാ ആൾക്കാരും ജയിച്ചിട്ട് കോയിൻ ടോസ് ജയിച്ചു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഓറ അത്ര ഹൈ ആണ്, അതുകൊണ്ടാണ്. എത്ര തോറ്റിട്ട് മനസ്സിലാത്ത ഓരയാണല്ലോ ഇത്. 2 പ്രാവശ്യം തോറ്റെന്ന് പറഞ്ഞ് ഈ പ്രാവശ്യം ജയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. തമിഴ്നാട് നമ്മുടെ സ്ഥലമാണ്, നമ്മൾ ജയിച്ചിരിക്കും. നമുക്ക് തമിഴ്നാട് അറിയാവാ. പിന്നെ തമിഴ് അറിയാനൊക്കെ സ്റ്റാലിന്റെ അച്ഛനെ പോലെ നമ്മള് ജയിക്കും. കണ്ടാ മോനെ, ഇവര് ഐസ്ക്രീം കോമ്പറ്റീഷനിൽ വന്നതായിരുന്നു. പിന്നെയും ഒരു കണ്ടസ്റ്റന്റ് തേച്ചു, അതുകൊണ്ട് നമ്മൾ പിന്നെയും പഴയ ഒരു കണ്ടസ്റ്റന്റ് വിളിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള കോമ്പറ്റീഷൻ അത് ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചുകൊണ്ട് പോകാനാണ് ഇപ്രാവശ്യം മേടിച്ചോണ്ട് പോകും. കേട്ടോ, കോൺഫിഡൻസ് കോൺഫിഡൻസ് കുറവല്ല. അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കാരണം ഈ പ്രാവശ്യം അവന് കിട്ടത്തില്ല, ഉറപ്പാണ്. ഞാൻ ആ പൈസ ഇവന് മേടിച്ചു കൊടുക്കും. അത് നമ്മള് നാളെ തമിഴ്നാട്ടിലെ തെരുവുകളിലൂടെ നടക്കുമ്പോ പറയാനുള്ള കേട്ടാ. അതും ശരിയാണ്. നമ്മളെ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് ഐഡിയ ഒന്നും ഇല്ല. ഇതെല്ലാം എന്റെ ബ്രദർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്നാ ഇത് കേട്ട് ഇനി എങ്ങോട്ട് എത്തുമെന്ന് നമുക്കറിയാം. കുറച്ചേറെ ദൂരം ഉണ്ട് ഇവിടെ നിന്ന് എന്നാണ് എനിക്ക് ഈ അറിവ്. കഴിഞ്ഞ പ്രാവശ്യം കണക്ക് എനിക്ക് ഒരു കിണ്ടിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. എന്റെ കണ്ടസ്റ്റന്റ് ഇവിടെയാണല്ലോ. പ്ലീസ് ബോയ്സ്, ടേക്ക് us to the vehicle. ബോയ്സ് എവിടെ ബോയ്സ്, ആരോടെ? ടേക്ക് us to the vehicle ബോയ്സ്. വെഹിക്കിൾ എവിടെയാണ്? എന്നാൽ ഇത്ര ദൂരത്തായിരുന്നു കാറ്. ശരിയാണല്ലോ. എന്താടാ ഇത് കൊക്കെ വീഴ്ത്തു നടന്ന് പറയാനിടാ. കഴിഞ്ഞ പ്രാവശ്യം കൊക്കെ എടുത്തോണ്ട് വേറെ ബേർഡർ കേസാ. എടാ വണ്ടിയുടെ അകത്തിന് പെട്ടോടാ. ഒന്നും കാണുന്നില്ല കാറിനകത്ത് കയറി. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ കണ്ണ് കെട്ടി കാറിനകത്ത്. പിന്നെന്താ, നമുക്ക് പോവാം. അത് അബദ്ധവശാ പറ്റില്ലല്ലേ? വണ്ടി നീങ്ങി കേട്ടാ. തമിഴ്നാട് കാണാൻ ലെറ്റ്സ് ഫ്രീക്കിൻ ഗോ. ഹലോ, ഓക്കേ അല്ലേടാ? എല്ലാം ഓക്കേ, സെറ്റാ. എങ്ങനെയുണ്ട്? പുതിയ എക്സ്പീരിയൻസ് അല്ലേ? അതെ ഫസ്റ്റ് ടൈം ഇവിടെ നമ്മള് തൂക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയും അർജുനെ അടിച്ച് ജയിക്കണം. അർജുനെ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും തോപ്പിച്ചിരിക്കും. നീ അതോർത്ത് വിഷയിക്കണ്ട. എന്ത് തോന്നണ എനക്ക്? അവന്മാര് ജയിക്കുമായിരിക്കുക. അതെനിക്കും തോന്നുന്നില്ല, ഞാൻ എത്ര വട്ടം കണ്ടിരിക്കുന്നത്. ഏതായാലും ചില പറയാൻ പറ്റത്തില്ല കേട്ടാ. മാനേജർ എല്ലാ കളിപ്പും കൂടി തീർക്കുന്നത് ഫുൾ എഫേർട്ടൊക്കെ ഇതിനകത്ത് നിറച്ച് തരുമായിരിക്കും. ആ പുള്ളിക്ക് ഭയങ്കര ഈഗോ ഹേർട്ടായിട്ടിരിക്കുക 2 വീഡിയോ ആയിട്ട്. സഹിക്കുന്നില്ല. വേറെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബർ നൈസാണെന്ന് തോന്നുന്നു. ഞാൻ ചെയ്യും ചിലപ്പോ, എനിക്ക് തോന്നുന്നു. നമ്മളതിന് ഇട്ടെടുക്കുന്നില്ല. നിനക്ക് പൈസ ആവശ്യമുണ്ടോ? പിന്നെ ഒട്ടും ഇട്ടെടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ എന്നെ പരിചയം കാണാൻ ചാൻസ് കുറവാ. അവരങ്ങനെ പുറത്തോട്ട് വല്ലാണ്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാ. അല്ല, പറയാൻ പറ്റൂല, ചിലപ്പോ ഉണ്ടായിരിക്കും. നമ്മള് തമിഴ്നാട്ട് വീഡിയോ ഒക്കെ കാണൂലേ, പക്ഷെ അവര് കാണുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങള് ഇന്റർനാഷണൽ തമിഴിലോട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഡ്രൈവർ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോ എത്തും? പുലർച്ചെ ഒരു ഉറക്കം ഉറങ്ങാമല്ലോ നമുക്ക്. രാവിലെ എത്തുള്ളൂ. ഓക്കേ. കൊറേ ട്രിപ്പൊക്കെ പോയിട്ട്. എന്താ? കൊറേ ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. പക്ഷെ കണ്ണടച്ച് പോകുന്ന ട്രിപ്പ് വലിയ സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, ഒന്ന് കാണാൻ പറ്റുന്ന ട്രിപ്പ്. തമിഴ് കൊഞ്ചം തേറിയും. അണ്ണാച്ചി വണ്ടി വിടുങ്ക, അണ്ണാച്ചി വളി വിടുങ്ക. വളി വിട്ട് വണ്ടി വിടുക. അത് വേണ്ട. ഏതാ സ്ഥലം? കാഴ്ച തിരിച്ചു കിട്ടിയല്ല. എന്റെ പൊന്നോ, ഇവനെവിടെ കൂടെ വിട്ടത്? വണ്ടി പോയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ലൊക്കേഷൻ എത്തി. ഇപ്രാവശ്യം താഴത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പാറയുടെ ഒക്കതല്ല. ഭാഗ്യം. എവിടെയാണ്? ഞാൻ തുറന്നായിരുന്നു. നീ തുറന്നോ ഓൾറെഡി? ഞാൻ എന്ത് കോപ്പിന് അവന് വെച്ചിരിക്കുന്ന. വിൻമിൽ ഇത് നൈസ് പോയിന്റ് ഓഫ് വ്യൂ. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടാ. എടാ, ഇപ്പൊ നമ്മളെ എവിടെ ഒരു കാട്ടുമുക്കി കൊണ്ട് ഇട്ടിരിക്കുക.
അങ്ങോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ പോകുന്ന ഒരു പിടിയില്ല. പക്ഷെ നീ അങ്ങോട്ട് നോക്കിയേ, അവിടെ വല്ല വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ട്രാൻസ്പോർട്ട് കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് അങ്ങോട്ട് പോവാം. ആ പോസ്റ്റ് കണ്ട, ആ പോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20 ഈ കൂടുതൽ തന്നെ 20 അടിയെങ്കിലും 20 ഇരട്ടി ഉണ്ട്. കുറവായിരിക്കും. 20 കുറവായിരിക്കും. ഇത് കുറവാണോ? നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല പൊക്കം. ടി വി മാത്രമേ ഉണ്ടുള്ളൂ. അതെ, ഇവിടെ വെച്ച് കട്ടാ, പകുതി വെച്ച് കട്ടാവാ ഞാൻ നോക്കാമായിരുന്നു. ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നോണ്ട് കുറെ പുറകിലോട്ട് കൊണ്ടുവരും. എനിക്കിത് ഈ താഴെ കാണുന്നില്ല പൊക്കത്ത് നോക്കുമ്പോൾ. ടാസ്ക് വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് അതും വന്നു. പിന്നെ ഒരു വെള്ള സൗണ്ട് ഇത് പിടിച്ചാൽ നീ തമിഴ്നാട് മാപ്പ്. തമിഴ്നാടിന്റെ മാപ്പും ഉണ്ട്, ടാസ്കും ഉണ്ട്. നമുക്കത് തുറന്നു നോക്കാം. നമ്മൾ റെഡ് ടീമിലാകട്ടാ. നീ കുറച്ച് എക്സൈറ്റഡ് നിൽക്ക്. സാധനം പേടിച്ചിരിക്കണെന്നാ. വണ്ടിയിൽ 8-9 മണിക്കൂർ കഴിയുമ്പോൾ ഉറങ്ങിപ്പോയെന്ന്. 7 എൻവലപ്പ് ഉണ്ട്. തമിഴ്നാടിന്റെ മാപ്പ് ഒക്കെ ഉണ്ട്. മാപ്പ് എന്ത് ചെയ്യാൻ അറിയത്തില്ല. മാപ്പ് നോക്കാൻ അറിയാം, സ്ഥലം അറിയണ്ടേ ഏതാണെന്ന്. അല്ല, ചുമ്മാ ഭംഗിക്ക് റൂള് വന്നിട്ടുണ്ട്. ചെക്ക് ഫോണിക്ക് യു ക്യാൻ യൂസ് യുവർ ഫോൺ. ഓക്കെ, നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാൺട്ട് സ്റ്റേ ഇൻ എ വെഹിക്കിൾ ഫോർ മോർ ദാൻ 1 hour. അപ്പോൾ ഒരു വണ്ടിക്കകത്ത് 1 മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. യു ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ വൺ പ്ലേസ്. യു കാൺ ടെൽ പീപ്പിൾ ഇറ്റ്സ് എ ചാലഞ്ച് ടു കംപ്ലീറ്റ് ടാസ്ക്. ഇതെല്ലാം പഴയതായിട്ട് സെയിമാ നീ കണ്ടിട്ടുണ്ടെങ്കിൽ. യൂസ് 4 modes ഓഫ് ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിങ് എ ട്രാക്ടർ. ട്രാക്ടർ കിട്ടുക. പിന്നെ തമിഴ്നാടല്ലേ, നന്നായി കുഴപ്പമില്ല. ഫൈനൽ ഡെസ്റ്റിനേഷൻ വൈഗൽ ഡാം, തേനി, തമിഴ്നാട്. വൈഗൽ ഡാം അതെവിടാ? അറിയത്തില്ല. തേനിയിലാണ്. നമ്മളിപ്പോ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് 5 ടാസ്ക് ഔട്ട് ഓഫ് 7. ഇതിന് 5 എണ്ണം ചെയ്യണം. ഇതിന്റെ പൊക്കത്ത് ഓരോ ടാസ്ക് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ തുറക്കാൻ പറ്റും. പിന്നെ അതിനകത്തുള്ള ടാസ്ക് ചെയ്യേണ്ടി വരും. കംപ്ലീറ്റ് ആക്കി തുറന്നു കഴിഞ്ഞാൽ അകത്ത് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ അബദ്ധം പറ്റിയത്. ഈ പ്രാവശ്യം നമുക്ക് അതെല്ലാം മേക്കപ്പ് ചെയ്ത് സെറ്റായിട്ട് ചെയ്യാം. നമുക്ക് അത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ടാസ്ക് വായിക്കാം കേട്ടോ. അവിടെയും വിൻമിലുണ്ട്. നോക്കി, വിൻമില്ല അവിടെ ഉണ്ട് വിൻമിൽ. അപ്പൊ ഇത് നമ്മൾ വിൻമിലിന്റെ ഏതോ ഒരു ഏരിയക്കകത്ത് കൊണ്ടുവച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ തപ്പി പിടിക്കണം. ഈ സ്ഥലത്ത് ട്രാക്ടറൊക്കെ എങ്ങനെ പിടിക്കാൻ എനിക്കറിയത്തില്ല. എന്തായാലും അവിടെ ലോറിയൊക്കെ പോകുന്നുണ്ട്. നോക്കാം. 4 മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ഫോൺ മാറ്റി വെച്ചേക്കാം. ഞാൻ ടാസ്ക് ഓരോന്നേരം വായിക്കാം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പാടായിട്ടുള്ള 5 എണ്ണം സെലക്ട് ചെയ്തിട്ട് നോക്കാം. അതിനകത്തുനിന്ന് നമുക്ക് പാടായിട്ടുള്ളത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഫസ്റ്റ് ചെയ്ത് നോക്കാം. റൈഡ് എ ലൂണ ബൈക്ക്. അത് ഇപ്പൊ തന്നെ നടക്കാം. അത് മറ്റൊരു പച്ച കളറിലെ ചെറിയ വണ്ടിയാ. ഈ മറ്റേ ചെറിയ അത് തന്നെ. അത് അപ്പൊ ഐശ്വര്യമായിട്ട് നിന്നെ ഏൽപ്പിക്കാനത്. സാമ്രാജ്യത്തിന്റെ കീയും 5 എണ്ണം നീ സെലക്ട്. ഓഫർ എ ഫ്രീ സർവീസ് ടു എ സ്ട്രേഞ്ചർ. ഏതെങ്കിലും സ്ട്രേഞ്ചറിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സർവീസ്. എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓഫർ എ ഫ്രീ സർവീസ് ടു എ സ്ട്രേഞ്ചർ. അതെനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ഏതെങ്കിലും സ്ട്രേഞ്ചറിന്. ട്രൈ ഓൺ എ ഹെഡ് റാപ്പ്. തലേ കെട്ടാൻ സാധനമല്ലേ അത്? എന്ത് ഉദ്ദേശിക്കുന്നത് എന്തുവാ? വീട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തലയെ കെട്ടത്തില്ലേ? അത് നമ്മൾ മേടിച്ച് കെട്ടണം. അതാ ഒരു ടാസ്ക്. അത് തന്നെ. Get someone to teach you a Tamil song and sing it to a passerby. ആരെങ്കിലും കയ്യിൽ തമിഴ് സോങ് ഒന്ന് പഠിപ്പിച്ച് കിട്ടിയിട്ട് അത് ആരെങ്കിലും പോകുന്നവനെ പാടി കേൾപ്പിക്കണം. നല്ല പരിപാടിയാണ്. Take a selfie with someone working on the field. അടുത്ത ടാസ്ക് ഇത് റിലേറ്റഡ് ആയിട്ട് വന്നു. അപ്പൊ അത് ഇപ്പൊ ഈ 2 ടാസ്ക് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ടാസ്ക് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകും. നമുക്ക് തേനിയിൽ എത്തണേ. ഗെറ്റ് എ ഹെന്ന ഡിസൈൻ. അതെനിക്കറിയത്തില്ല ഇവിടെ നാട്ടുമ്പുറത്ത് എവിടെ കിട്ടുമെന്ന്. ഗെറ്റ് ഹെന്ന ഡിസൈൻ അല്ലേ ഉള്ളൂ. ഹെന്ന മേടിക്കാം. നമുക്ക് ആർക്കെങ്കിലും ചെയ്താൽ പോരെ. അങ്ങനെയാലും മതിയല്ലേ. റൈഡ് എ ലൂണ ബൈക്ക്. ലൂണ ബൈക്ക് ഇവിടെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ടേക്ക് എ സെൽഫി വിത്ത് സമ്മൺ വർക്കിംഗ് ഓൺ എ ഫീൽഡ്. ഇത് ഫുള്ളും ഫീൽഡാ, പക്ഷെ ആൾക്കാരൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. അതെവിടെയൊക്കെ കാണും. ഇപ്പം നേരം ഗെറ്റ് സമ്മൺ ടു ടീച്ച് യു എ തമിഴ് സോങ് ആൻഡ് സിംഗ് ഇറ്റ് ടു എ പാസർബൈ. അതായത് ഒരാളോട് നമ്മൾ തമിഴ് സോങ് പഠിപ്പിക്കാൻ പറയണം. എന്നിട്ട് അത് വേറൊരാളോട് പോകുന്ന ഒരാൾക്ക് പാടി കൊടുക്കണം. ട്രൈ എ ഹെഡ് റാപ്പ്. തലക്കെട്ടുണ്ടോ തമിഴ്നാട്ടില്? എനിക്കറിയത്തില്ല. തലക്കെട്ടുണ്ടായിരുന്നു ഇവിടെ. ഇല്ല. കാസർഗോഡൊക്കെ പോയ പിന്നെ തലപ്പാവുണ്ട്. ഇവിടെ ട്രൈ എ സട്ടൂർ കരസേവ്. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. സട്ടൂർ കരസേവ് എന്താണെന്ന്. സത്തൂർ കരസേവ് എന്റെ ഒരു അറിവ് ഇതൊരു ഡിഷ് ആണെന്നാ തോന്നുന്നത്. തമിഴ്നാടൊക്കെ അറിയാം. അതെനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. പക്ഷേ റീൽസിലെ കാണുമല്ലോ. സത്തൂർ കരസേവ് എന്താ നിങ്ങൾ പറയാട്ടോ. ട്രൈ ദിണ്ടിഗുൾ ബിരിയാണി. നല്ലായിരിക്കും. നല്ലതാണോ? അല്ല, നല്ല ഓപ്ഷൻ ആയിരിക്കും. ഉണ്ട്, അതിനൊക്കെ അറിയാവാ. ദിണ്ടിഗൽ ബിരിയാണി കേട്ടിട്ടുണ്ടോ? തലപ്പാക്കട്ടി. ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. തലപ്പാക്കട്ടി. അപ്പൊ അവിടെ തലപ്പാക്കെട്ടുണ്ടെന്ന്. അപ്പൊ തലപ്പാവുണ്ട് അവിടെ ഉണ്ടായിരിക്കും. നോക്കാം. ഗെറ്റ് എ ഹെന്ന ഡിസൈനോ. തമിഴ് ആൾക്കാർ മറ്റേ മൈലാഞ്ചി ഇടത്തില്ലേ? എന്നെന്ന് പറഞ്ഞ മൈലാഞ്ചി. അത് ഈ മറ്റേ സാധനം ഇടത്തില്ലേ കയ്യിലൊക്കെ? അതെ അതെ. അത് നമ്മൾ ഇടണോ? നമ്മൾ ഇടണായിരിക്കും. കയ്യിലിട്ടാ പോരാ, ആരെങ്കിലും തപ്പി പിടിക്കാടാ. ഇവിടുന്ന് ഒരാളില്ല കേട്ടോ വഴിയില്. ഒരു ആടിന്റെ ഒരു കൂട്ടം. ഇതൊക്കെ ഫാം ഏരിയ ആണ്. ആരും ഇല്ലല്ലോ. ഇനി നമുക്ക് ഏറ്റവും മെയിൻ സാധനം ഇത് തുറന്നു നോക്കിയിട്ട് നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. എടാ ഇത് കുറെ ഉണ്ടടാ. ഇത് ഹിന്ദിയുടെ പൂടോ? തേനി. നമുക്ക് എത്ര സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. താഴെ ഇത് എങ്ങും നിൽക്കുന്നില്ലല്ലോടാ. ഒരാളില്ല റോഡില്. ഒരാളില്ലാത്തോണ്ട് ഈ പട്ടികളെ നമ്മളെ തന്നെ വരയ്ക്കുന്നത്. ആദ്യമായിട്ടാണെന്നായിരിക്കും. എന്നാലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സെൽഫി എടുക്കുക. ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു. അതിന് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളെ കണ്ടേ. ഫീൽഡിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ ആളെ കണ്ടാൽ മതി. ഒരു മനുഷ്യനേലും കണ്ടാൽ മതി. ഇവിടെ ആരും ഇല്ല. അവരുടെ ഫോൺ കാണുമോ സെൽഫി എടുക്കാൻ? അവരുടെ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ടോ? യു ഡോണ്ട് യൂസ് എ ഫോൺ എന്നാണ്.
അപ്പോൾ സെൽഫി അവരുടെ ഫോണിൽ നിന്ന് എടുക്കാനാ? ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫോൺ കാണുക. ശരിയാണല്ലോ. ഓ ടാസ്ക് ആവില്ല. എന്തായാലും എത്തേണ്ട സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തേനി. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് നമ്മൾ എത്തേണ്ട സ്ഥലം. തേനി വൈഗാ ഡാം. വൈഗാ ഡാം ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് ആരോടെങ്കിലും ചോദിക്കണം. അതെ അതെ. അവിടെ ഓപ്പൺ ആട്ടോ. അവിടെ ഓപ്പൺ ആണോ? വേണ്ട. ഇത് ഏത് ഏരിയ? ഇത് പട്ടിക്കാട്. അങ്ങനെ നമ്മൾ റോഡിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എന്ത് ചെയ്യാം. മുടിഞ്ഞ വെയില്. ഇത് എങ്ങോട്ട് പോകും? നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഞാൻ ആദ്യം ഒരു ടാസ്ക് സെലക്ട് ചെയ്യാൻ. ഓഫർ ഫ്രീ സർവീസ് സ്ട്രേഞ്ചർ. ഒരു സ്ട്രേഞ്ചർ ഒരു ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കും. അതെടുത്താ? അപ്പൊ അതെടു. അങ്ങോട്ട് നോക്കാം. നമുക്ക് അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അത് നമ്മൾ എളുപ്പമാവും. ഇവിടെ ഉള്ള ഒരു ആൾക്കാരില്ലല്ലോ. അവിടെ നിന്നൊരു വണ്ടി വരുന്നാണെന്ന് തോന്നുന്നു. ഇതിൽ ഇവിടെ വരുന്നത്. ചേച്ചി ഓടിക്കാൻ തരുവാ? ഓടിക്കാൻ സ്പീഡ്. ചേച്ചി ലൂണ ഓടിക്കാൻ തരുവാ? அக்கா கொஞ்சம் லூனா ஓட்ட கொடுக்க முடியுமா? തമിഴ് തരുവാ? കിട്ടിയില്ല. ലൂണ ബൈക്കും പോയി. ഇനിയും കിട്ടുമായിരിക്കും. അപ്പൊ ഗൈസ് നമുക്കൊരു ഫസ്റ്റ് ടാസ്ക് എന്തായാലും ചെയ്യണം. നമുക്ക് ആദ്യം ഇവിടെ ചെന്ന് നമ്മൾ എവിടെയാണ് ചോദിച്ചിട്ട് ആരോടെങ്കിലും ടാസ്കിന്റെ കാര്യം ചോദിക്കാം. ഇപ്പൊ ഇത് എന്ത് സ്ഥലം? സലയംപേട്ട. എങ്ക തേനി എவ்வளவு தூரம் இருக்குன்னா? போய் பாலக்காடி போய் நேர சாத்தூர். சாத்தூர்ல இருந்து விருதுநகர். விருதுநகர்ல இருந்து கள்ளிப்பட்டி. கள்ளிப்பட்டில இருந்து நேர உசிலம்பட்டி. வேற இரு உசிலம்பட்டி தேனி. ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചില്ലല്ലോ നീ. ഛേ അടി മാപ്പ് എപ്പോ തുറക്കും നീ? മാപ്പ് തുറക്കാം. എന്താണ് ഇത്? ഇന്ത്യയുടെ മാപ്പാണോ തമിഴ്നാട് മാപ്പാണോ? നമുക്ക് തേനിയല്ലേ പോകേണ്ടത്? ഇവിടെ ഡിസ്ട്രിക്ട്. ഡാമിന്റെ പേരെന്ത് വരുന്നത്? വിറൽ ഡാമാ? തേനിയിൽ എവിടെയെങ്കിലും ഒരു ഡാം ഉണ്ടോ? വീരപ്പാണ്ടി. പാണ്ടിതുരൈ ആണ്ടിപ്പട്ടി. സാപ്പിട്ടാച്ചാ? കോഫി വേണോമാ? കോഫി കുടിക്കണം. ഒരു കോഫി കൂടെ കുടിക്കണം. സാപ്പിട്ടാച്ചാ ആർക്കാவது വേണമെന്ന് കേള്. വേറെ ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം. ഒരു വടയാവ് സാപ്പിടുറാ. കടക്കാരനടാ, അവനെ വിളിച്ചു കൊടുക്കുന്നതിനാ. കഴിക്കാൻ വരുന്ന ആൾക്കാരെ വിളിച്ച് ആർക്കെങ്കിലും കൊടുക്കാം. അപ്പൊ കൊറേ പട്ടി പൂച്ചയൊക്കെ ഉള്ളൂ. സുരുൾപട്ടി. എടേ നമുക്ക് നമ്മളെവിടെയാ? നമ്മൾ മധുരയിലാണാ? സുരുളി. വടിപ്പട്ടി. ദിണ്ടുകുളുടെ ബിരിയാണി എവിടെയാണ് കിട്ടുന്നത്? ഇപ്പൊ ഏതെങ്കിലും പോസ്റ്റർ കാണാൻ എവിടെയെങ്കിലും അവിടെ ഒരു ചെമ്മരിയാട് ചെയ്യുന്ന ആള് ലൂണേ വരുന്നു. ലൂണ ഉണ്ട്. തമിഴ് അറിയാലേ എനിക്ക്. ആണോ ഒന്ന് ലൂണ ട്രൈ പണ്ണ കൊടുക്കുക. கொஞ்சம் ஓட்ட கொடுக்க முடியுமாண்ணே? മൂടിക്കിട്ട്. ഓക്കെ. യെസ്. ഒരു ടാസ്ക് പുള്ളി പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു. പുള്ളി പോയിട്ട് തിരിച്ചു നിനക്ക് തോന്നണ്ട? അതിനെ കൊണ്ടുവിട്ടിട്ട് വരാന്നാണ് പറഞ്ഞത്. അതിനെ എങ്ങോട്ടാ കൊണ്ടുവിടുന്നത് നിനക്കറിയാവാ? പുള്ളിയുടെ ഫീൽഡിലോട്ട് വിടുന്നേ. ഏത് ഫീൽഡേ ഉള്ളു ഇവിടെ. ഇവിടെയുള്ള പട്ടികളൊന്നും ആദ്യമായിട്ടാണ് മനുഷ്യരെ കാണുന്നത്. പുൾക്കൊരയാണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാരും കഴിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നടന്നു പോവാം. നടക്കണം. അതാ നടന്നിട്ട് നമുക്ക് ബസ് പിടിച്ച് അടുത്ത ടാസ്ക് പോകാം. ഇവിടെ എന്നെ ഏർക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. സൈൻ ബോർഡ് അത് കാണിച്ചു കൊടുത്തേ. ഇത് ഏതൊരു ഭാഷ? തമിഴ് ഭാഷയാണെന്ന് തോന്നുന്നു. തമിഴാണ്, പക്ഷെ ഇതെങ്ങനെ വായിക്കും? തമിഴ് മലയാളമാണ്. ഈ ഷാ കണ്ടല്ലേ ഇത്? ഷാ അല്ലേ ഇത്? എനിക്ക് എഴുതാറില്ലേ അറിയുള്ളൂ സാറേ, വായിക്കാറില്ല. അതാണല്ലേ ഇത് ഏത് സ്ഥലം കണ്ടിട്ട് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെക്കത്തില്ലേ? ചിലപ്പോ ഗ്രാമീണായോണ്ട് അതും തമിഴാണല്ലേ? ഛേ, ആ സർവേ കല്ലിന്റെ കണക്കത്തൊരു കല്ലിനകത്തും തമിഴാണ് എഴുതിയിരിക്കുന്നത്. നിർത്തിയില്ല. ബസ് അത് പബ്ലിക് സർവീസ് അല്ല, നടക്കാം. ഒരാളില്ല ഇവിടെ. അത് നിന്റെ ചെടിയാ? പയറാണ്. ആർക്കറിയാം എന്തൊക്കെ ചെടിയാണ്. നല്ല വിജനമായ സ്ഥലം. എന്ത് ചൂടാണ്. പിന്നെ ഇനി 1 കിലോമീറ്റർ ഇവിടെ നടക്കണം. ബസ്സും ഇല്ല, ഒന്നുമില്ല. അത് നടക്കാൻ ടാസ്കാ. ഏതെങ്കിലും വണ്ടിക്ക് നമുക്ക് കൈയാണിച്ച് നോക്കാം. നിർത്തി കഴിഞ്ഞാൽ വെയിലിന്റെ പിന്നെയും പ്രശ്നം. ഇത് അടിക്കുന്ന കാറ്റിന് എന്തോ ചൂടാണ്. അണ്ണനാണോ ഈ വരുന്ന അണ്ണൻ? ഇല്ല, ഇത് വേറെ ആരോ. പുറകില് വലിയ ലഗേജ് ഒക്കെ ഉണ്ട്. ഇവിടെ ലൂണ മാത്രമേ ഉള്ളൂ, പക്ഷെ ആരും തരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് 3 വണ്ടി ഇട്ടിട്ടുണ്ട്. 3 ലൂണ തന്നെയായിരുന്നു. ഒരു കാര്യം പറ്റിയിട്ടില്ല. ഒരു പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാണ്. മാപ്പുണ്ട്, സ്ഥലം എവിടാന്ന് അറിയാൻ പാടില്ല. വണ്ടി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, കയറാൻ പറ്റുന്നില്ല. ഇത് ഏത് സ്ഥലമാണെന്നാ പുള്ളി പറഞ്ഞത്? ഇതാണെങ്കിൽ എന്തോ പെട്ടിയാ. ഉസ്ലാം പെട്ടി അല്ല, നമുക്ക് പോകേണ്ട ഉസ്ലാം പെട്ടിയില്ലേ? ഇതേത് പെട്ടിയാന്ന് എനിക്ക് അറിയത്തില്ല. ലൂണ ഓട്ടോക്ക് കൊടുക്കുമോ?
വരുന്നുണ്ട്. கொஞ்சம் ஓட்ட கொடுக்க முடியுமாண்ணே? கொஞ்சம் ஓட்ட கொடுக்க முடியுமா? ജസ്റ്റ് ഇങ്ങ് വേലക്ക് പോകണം. பரவாயில்லண்ணா. ஓ நீங்க போங்க, பரவாயில்லைங்க. இல்ல இல்ல பரவாயில்லண்ணே, போங்க. അണ്ണന്റെ പണി പോകുന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അന്നത്തിൽ കൈവെക്കുന്നില്ല. 4ാമത്തെ ലൂട ആ ചേട്ടന് എന്തോ പണിക്ക് പോവുക. സ്ഥലം ചോദിച്ചില്ലല്ലോ. ഇല്ല. ഇതേ ഒരു ബസ് വരുന്നുണ്ട്, മാറിയെന്നോട്. ബസ് ഇടിക്കും, മാറിയെന്ന് പറഞ്ഞാ. ഇത് ബസ് സ്റ്റോപ്പ് അല്ലടാ, നിർത്തത്തില്ല. അരിക്കാര വളസ ഇങ്ങേന്ത് ദിണ്ടികൾ. ദിണ്ടികൾ എങ്ങനെ? എത്ര കിലോമീറ്റർ இருக்கும்? ഇതേത് സ്ഥലം? അരിക്കാല വലസ്. ഈ മാപ്പിൽ சொல்லுங்க എവിടെ ഇരിക്കുന്നു? ബസ് സ്റ്റോപ്പ്. பஸ் ஸ்டாப்பா? ഇവിടെ கோயில் அம்பலத்தை தாண்டின உடனே பஸ் ஸ்டாப். താഴെയാ കീഴെയാ? தேனி போற பஸ் கிடைக்குமா அங்க? தேனிக்கு வந்து மெயின் பஸ் ஸ்டாண்ட் உள்ள போகணும். இதுல காலேஜ் ஸ்டாப் இருக்கு, அதுல நின்னீங்கன்னா மினி பஸ் வரும். மினி பஸ் இல்ல டவுன் பஸ் வரும். ஏறி பஸ் ஸ்டாண்ட் போயிருங்க. அது எவ்வளவு தூரம் இருக்கு? மதுரை பஸ் ஸ்டாப் பக்கம் தான். ഈ അരിക്കാല വലസ് എങ്ക ഇருக்கு? തിരുപ്പൂർ இருக்கு. மாவட்டம் തിരുപ്പൂർ മാവട്ടം. திருப்பூர் மாவட்டம். തിരുപ്പൂർ മാവട്ടം എവിടെ ഇരിക്കുന്നത്? இது ഇതാണ് actually திருப்பூர் மாவட்டம். இது ഇത് ஃபுல்லா തിരുപ്പൂർ കംപ്ലീറ്റ് തിരുപ്പൂർ. ഇത് ഇങ്ങ ഇവനക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാ. ഒരു ടാസ്ക് ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ചേട്ടൻ നമുക്കൊരു ലിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് നമ്മൾ ചെയ്യാൻ പോവാം. പോയിട്ട് വാ. ബൈ. ഞങ്ങൾക്ക് തേനി വൈഗൽ ഡാം ഇருக்கு, അങ്ങേ പോണം. അങ്ങേ പോണം. ഈ ലിഫ്റ്റ് പിടിച്ചു പോണം. ലിഫ്റ്റ് പിടിച്ചു പോണം. வேளாமுண்டி വേളാമുണ്ടി. ഇതാ ഇങ്ങ ഇരിക്കാ. ഇതാണ് ഇതാ വേലാമുണ്ടി. നമുക്ക് ഇവിടുന്ന് ഈ തിരൂരിൽ നമ്മൾ ഇരിക്കുന്ന ഇവിടുന്ന് ദിണ്ടിക്കൽ പോയി തേനി പോകണം. 3 ഡിസ്ട്രിക്ട്. നന്ദി. താങ്ക്സ് മേ. താങ്ക്സ് മേ. അപ്പോൾ നമ്മുടെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആ ചേട്ടൻ നല്ല ചേട്ടൻ ലിഫ്റ്റ് വന്ന് അവനവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് റോഡ് മാപ്പാണോ? ആണെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഉണ്ടല്ലോടാ ഇത്. മാപ്പ് അതെ, ടൂറിസ്റ്റ് റോഡ് ഗൈഡ് ആൻഡ് പൊളിറ്റിക്കലോ എന്തുവാ? ലൂണ അണ്ണൻ അണ്ണൻ വന്നിருக்கு. ആ ചേട്ടനെനിക്ക് ചോദിക്കാം. കിടക്കാതെ അങ്ങനെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു അമ്പലം പ്രാർത്ഥിച്ചേക്ക്. ഈശ്വര മിനിച്ചേക്കണേ. ജയിക്കണേ ഭഗവാനെ. ലൂണ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ലൂണ പോലും ഓടിക്കാൻ കിട്ടിയിട്ടില്ല. മഴ പെയ്യോ? കണ്ടിട്ടൊരു ഫീൽ. നല്ല ക്ലൈമറ്റ് അല്ലേ? മഴ പെയ്തില്ലേ? നല്ല വലിയ വെയിലും ഇല്ല, എന്നാ തണുപ്പുമില്ല. എത്ര ഇത് സത്തൂർ കർസേ എന്തോ അറിയോ? എനിക്കറിയത്തില്ല തട്ടൂർ കർഷകൻ എന്തോ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അടുത്താണ് ഒരു കടയിൽ പോയി ചോദിക്കാം. എന്റെ ഊഹം വെച്ചത് ഒരു ഡിഷാണ്. പോയിട്ട് പിന്നെ വന്നത് ചേട്ടനൊക്കെ. பாட்டு கத்து கொடுக்க முடியுமா? ஏதாவது பாட்டு உங்களுக்கு பிடிச்ச ஏதாவது ஒரு பாட்டு கத்து கொடுக்க முடியுமா? ஏதாவது பாட்டு சொல்லுங்கண்ணே, உங்களால முடியும்ண்ணே. നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം. ആ നോക്കി. സത്തൂർ 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 കർസേ. സത്തൂർ സത്തൂർ കരസേ. എടി ഇവിടുത്തെ എന്താ സാധനം? സംഭവം കേട്ടോ. അല്ല നമ്മൾ നിൽക്കുന്നത് സത്തൂറിലാണോ? ഇനി നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഏതെങ്കിലും ഹോട്ടലിൽ പോയി ചോദിക്കാം. അതായിരിക്കും നല്ലത്. ഡിഷ് ആണെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ പോയി ചോദിക്കാം. என்ன பாட்டு சொல்லு? ഏതാവത് ഒരു സിമ്പിൾ ആയ റഹ്മാൻ, ഇളയരാജ, ഏதாவது അത്രക്കൊന്നും പോണ ഒരു സിമ്പിളായ പാട്ട്. சிம்பிளான ஏதாவது ஊரூரா போகிற மேக கூட்டமே பைங்கிளி போன கண்ணீரோ. ബസ് വന്നു. ஊரூரா போகிற மேக கூட்டமே பைங்கிளி போன கண்ணீரோ. ഓക്കെ. உங்களுக்கு വേറെ ആർക്ക് കൂട്ടി. ഇത് വേറെ ആള് തന്നെ. ഇത് കൂടെയുള്ള ആള് തന്നെ. ஊரூரா போகிற பைங்கிளி கூட்டமே ஊரூரா போகிற மேக கூட்டமே பைங்கிளி போன கண்ணீரோ. ഓക്കെ. താങ്ക്സ്. ഓർമ്മയുണ്ടല്ലോ. ആ ഓക്കെ, താങ്ക് യു. അണി കത്തി കൊടുക്കാരാ? பாப்பா இங்க வா. இல்ல யூடியூப் வீடியோ. அது ஜாப். ആ ജോബ്. ഓക്കെ. താങ്ക്സ്. തേനി എപ്പടി പോകണം? ഇങ്ങനെ സാത്തൂർ ബസ് ഇറങ്ങണം. സാത്തൂർ ബസ് ഇറങ്ങി ഇവിടെ എത്ര മണി എടുക്കും? 1 മണി ദൂരം എടുക്കാം. എവിടെ? 10 നിമിഷം. ആ ഓക്കെ. ഇതിനകത്ത് സത്തൂർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. കാണുന്നില്ലല്ലോ. സത്തൂർ കാണുന്നില്ല. ഇതേ ഒരു അത്തൂറുണ്ട്. അത്തൂർ കിട്ടി. സത്തൂർ കാണുന്നില്ല. ലൂണ ഒന്ന് ഓട്ടർക്ക് കൊടുക്കും. ஓட்ட கொடுக்க முடியுமா? அப்படியா? உங்களுக்கு ஆக ஒரு நான் ஒரு பாட்டு பாடினா ஓகேதா? ശരി.
ടൈമില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. വെള്ളം ഒപ്പം എടുത്തു. ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, നമുക്കിനി പോവാം. ഈ സമയത്ത് എല്ലാവരും ഈ ഇവർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുക, എല്ലാവരും തിരക്കി പൊക്കോണ്ടിരിക്കുക, കിട്ടുന്നില്ല നമുക്കാരെ. അണ്ണേ ഒരു പാട്ട് പാടി കൊടുക്കാൻ முடியுமா உங்களுக்காக? உங்களுக்காக நீங்க இல்ல, நான் உங்களுக்காக ஒரு பாட்டு பாடலாமா? இல்ல வேண்டாம். Come on. ചേട്ടൻ പറഞ്ഞ എനിക്ക് ഇവിടെ പാട്ട് കേൾക്കണ്ട, ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. ഭയങ്കര ടാസ്ക് ഉണ്ടോ, ആൾക്കാര് സമയം. സത്തൂർ കർസേവ് എന്നാ தெரியும். കർസേവ് സേവാ സത്തൂർ കർസേവ്. അതാ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് സാധനം. സത്തൂർ കർസേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസേവ ഇവിടുത്തെ പുള്ളിക്കാർ നമുക്ക് സാമ്പിൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ഇവിടുത്തെ ഡിഷാണോ ഇത്? ഇപ്പോഴും വേണോ ഒരു 2-3 പോലും സാപ്പിടാ. ഇപ്പൊ ഗൈസ് ഇതാണ് സത്തൂർ കർസേവ്. നമ്മുടെ ബയ്യ പറഞ്ഞിട്ടുണ്ട് ഇതാ സത്തൂർ കർസേവ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? കൊള്ളാം. കൊള്ളാം. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വേറെ പണി എന്ന് പറഞ്ഞാൽ ടാസ്കിന്റെ അകത്തൊരു ടാസ്ക് ഉണ്ട്. അത് നോക്കാം. Don't move for 20 minutes. ഗൈസ് ഇപ്പൊ 20 മിനിറ്റ് പണി കിട്ടി. രണ്ടുപേർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാം. അണ്ണാ ഉங்களுக்காக ഒരു പാട്ട് പാടാൻ முடியுமா? എന്താ ചേട്ടൻ പറഞ്ഞ? ചേട്ടൻ വേണ്ടെന്നാ. എവിടെ പോയി കണ്ടുപിടിക്കും? ആരെങ്കിലും പാട്ട് കേൾപ്പിക്കേണ്ടി വരും. This is getting on my nerves. ഇത് ഇച്ചിരി പാടാണ്ട്. പാട്ട് കേൾക്കാൻ ഈ ചേട്ടൻ നമുക്ക് വേറെ ചേട്ടനെ പിടിക്കും. ഈ പയ്യൻ ചിലപ്പോൾ ലൂണ ഓടിക്കാൻ തരും. എന്നെ അറിയുമോ? ഇല്ല, എന്റെ ഫെയിം ഇടം വരെ എത്തിയിട്ടില്ല ചേട്ടാ, എല്ലാം അറിയത്തില്ല ആൾക്കാർക്ക്. ഈ ലൂണ കുറച്ച് നേരം ഓടിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒരു റൗണ്ട് ഓട്ടോ കൊടുക്കാൻ முடியுமா? ഒരു റൗണ്ട് വേണ്ടു. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഇങ്ങനെ നിൽക്കാൻ തുടങ്ങുന്നു ഇല്ലയോ? വായനക്കാൻ പറ്റത്തില്ല. ഡോണ്ട് മൂവ് ഫോർ 20 മിനിറ്റ്സ് എന്നാ. അപ്പൊ അതിനകത്ത് വായനക്കാൻ പറ്റും. പാദം ചലിക്കരുത്, മൂവ് ചെയ്യരുത്. അതാണ് വായനക്കാം അല്ലേ? കഴിഞ്ഞ ടാസ്കിൽ ഇതുപോലെ ഞാൻ ഒരു ലൂപ്പുകൾ കണ്ടുപിടിച്ച ഞാൻ അവിടെ വിളിക്കുന്നു. ഞാൻ ഓടി പോകുന്നല്ല, തമിഴ്നാട്ടിൽ ഞാൻ അങ്ങോട്ട് ഓടിക്കളിക്കുക. കേരള ഇങ്ങ ഒരു ലൊക്കേഷനിൽ ഞങ്ങളെ ഇറക്കി വിട്ടിരിക്കും. ആനാ ഇങ്ങിருந்து തേനി. കാല് കഴിക്കുന്നുണ്ടോ? ചെറുതായിട്ട് കഴിക്കുന്നുണ്ട്. ഫൈനലിൽ നമുക്കൊരു ചേട്ടനെ കിട്ടി. നമ്മുടെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയത് ഇതുവരെ ആരും സംഭവിച്ചില്ലായിരുന്നു. ചേട്ടൻ നോക്കിയാണ് ചൊല്ലിക്കൂടെ. പൈങ്കിളി പോന ഉങ്ക പേര് എന്നാണ്? ഭഗവാനെ തന്നെ പെട്ടെന്ന് ആരും ചെയ്തു തരുന്നില്ലായിരുന്നു. എന്തായാലും കണ്ടതില് സന്തോഷം. അങ്ങനെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പണി കിട്ടി അതിന്റെ കൂട്ടത്തിൽ. കുഴപ്പമില്ല, ഇനി വേറെ 4 ടാസ്ക് കൂടെ. മറ്റേ വിവേകാനന്ദന്റെ പ്രതിമയില്ലേ, കുബേര സിനിമയ്ക്ക്. അപ്പൊ നമുക്ക് ഫൈനലി ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞു മോനെ. എത്ര നേരം കഴിഞ്ഞിട്ട് അത് ഇടക്കൊച്ചൊരു ചേട്ടൻ വന്ന് പറഞ്ഞു കേട്ടായിരുന്ന ഇവിടെ നോക്കിക്കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ ക്യാമറയൊക്കെ അടിച്ചോണ്ട് പോകുന്നു. അതിപ്പോ വെറുതെ പറഞ്ഞാണല്ലോ, നമ്മളെ വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അറിയത്തില്ല. എന്തായാലും ഇത് ഉറക്കാം. അല്ലേ നമ്മളെ കണ്ടിട്ട് കള്ളന്മാരായിട്ട് തോന്നുകയാണ്. അങ്ങനെ ലക്ഷണം ഉണ്ടോ നമുക്ക്? എന്നെ കണ്ടാ തോന്നൂല. നീ തുറന്ന് തൈർ സാധമൻ, സാമ്പാർ സാധമൻ, രസം സാധമൻ. ഇതെവിടെ കിട്ടും? ഹോട്ടലിൽ നോക്കാം. തൈര് സാധനം എന്തുവാ? തൈര് സാധനം മറ്റേ തൈര് ഒഴിച്ച ചോറ്. അത് ചോറാണ്. അപ്പൊ രസം സാധനം രസം ഒഴിച്ച ചോറ്. അപ്പൊ സാമ്പാർ ഒഴിച്ച ചോറ്. പിള്ളേരെ നടക്കുന്നത് നമ്മളെവിടെ നിൽക്കുന്നു. കലികാലം നടക്കാൻ കൊതി. തമ്പി ഒരു റൗണ്ട് இந்த റൗണ്ട് ഓട്ടം കൊടുക്കാൻ முடியுமா? 8 അവനെന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞാണോ നീ? ഒരു റൗണ്ട് இந்த റൗണ്ടിലെ എങ്ങൾക്ക് ഒരാൾക്ക് ഓട്ടോ കൊടുക്കാൻ முடியுமா? സിംഗിൾ റൗണ്ട്. നീ ആ പുറകിരുന്നു, അവൻ പുറകിരുന്ന ഇരിക്കട്ടെ. നീ പുറകില്ല, പിന്നാലെ വെക്കാൻ. നീ ഇരുന്ന് വേണം, അവൻ എടുത്തോണ്ട് ഓടത്തില്ലല്ലോ. തിരിച്ചുകൊണ്ട് വാ, വണ്ടി ഓട്ടത്തിരിക്കും. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 3 മിനിറ്റ്. 3 മിനിറ്റ് കഴിഞ്ഞ് നടക്കണം. രാവിലെ കണ്ണ് കെട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ കാല് കെട്ടിയിട്ട് ഇനി തല കിട്ടൂ അറിയാൻ പാടില്ല. അത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണെങ്കിൽ ഇരിക്കും. കൊച്ചി കള്ളൻ എന്തൊക്കെ എഴുതി വെച്ചേക്കും. ലൂണ കിട്ടി. ഇവനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. പേര് അഖിലൻ. ഇവിടുന്ന് ഈ വൈഗൽ ഡാം അറിയാവോ? തേനിയിലോട്ട് പോകുന്ന വഴി ഏതാ? വഴി അറിയാം. നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് ആയിരിക്കുകയാണ് റൈഡ് ലൂണ ബൈക്ക്. മോനെ നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്പോർട്ട് പോയി.
12-20 മിനിറ്റ് കറക്റ്റ് 12 മണിക്ക് തുടങ്ങി കറക്റ്റ് 12:20 നമ്മൾ പിന്നെ നമുക്ക് നടക്കാം. ഓ, അതാ നിങ്ങൾക്ക് നടക്കാം. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ബസ്സിലാണ്. ഇനി നമുക്കൊരു ഓട്ടോ പിടിക്കാം. ഓക്കെ, അപ്പൊ തേർഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആവും. ഓട്ടോ പിടിച്ചിട്ട് വന്നു. തുറക്കട്ടെ. ബൈ ആൻഡ് വേറെ ലുങ്കി ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ട്രിപ്പ്. ഓട്ടോ ചേട്ടനൊക്കെ ചോദിച്ചു നോക്കാം എത്ര രൂപയാകും അവിടെ വരെ പോകാനെന്ന്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 50 മിനിറ്റ് കൂടുതൽ ഓട്ടോ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങിരുന്ന് എங்களுக்கு തേനി പോണം. தேனி போகணும். തേനി പോണം. மதுரை போய் தேனி போகணும். மதுரை பஸ் ஸ்டாண்ட் ஆரப்பாளையம் லொகேஷன். അതെങ്ക ഇരിക്കും? அது பஸ் ஸ்டாண்ட் மதுரை பஸ் ஸ்டாண்ட் பைபாஸ் போகணும். ഇവിടുന്ന് അങ്ങ് പോണോ? பைபாஸ் அந்த സൈഡിലേക്ക് போണം. பைபாஸ் போகணும். பைபாஸ் போனோம்னா அங்க வந்து அங்க இருந்து மதுரை பஸ் வரும். 100 ரூபீஸ் ஆகும். உட்காருங்க டிராஃபிக். അതല്ല വേറെ ഏതാவது സ്ഥലപ്പേര് சொல்லியாச்சு. എന്നാ சொல்லியாச்சு? ഉസലാംപെട്ടിയാ? உசிலம்பட்டி. അതെങ്ക இருக்கு? மதுரை தேனி பஸ் போற வழியில மதுரை போய் மதுரை தான் போக முடியுமா? மதுரை போனாங்க. அவர் என்ன வீடியோ எடுத்துட்டு இருக்காரு? நாங்க யூடியூப்ல வரட்டும். அது என்ன பிரச்சனை? എതുക്കാണ്ടി എടുക്കறாரு? என்ன കാരണം? മാനേജറിനും ടീമിനും അവിടെ അടിപൊട്ടിയപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത ലൊക്കേഷനിലോട്ടുള്ള വഴി തപ്പുകയായിരുന്നു. മറ്റേ മഹാത്മാഗാന്ധി ബീച്ച് സംഭവമല്ലേ, ആ നൂല് പുരട്ടാൻ വേണ്ടി? അത് മോട്ടറ മനുഷ്യ ആണോ? അത് ചർക്ക. ഓ അതാണല്ലേ. ബസ് സ്റ്റോപ്പിലെത്തി. ഒന്ന് വായിച്ചിടായിരുന്നു. RBMRS 2014-2015 വഴക്കൊക്കെ സോൾവ് ആക്കി ഫൈനലി മാനേജറിന്റെ ടീമിന് ഓട്ടോ കിട്ടി. ഇനി മുമ്പിലോട്ട് പ്രശ്നം വീണ്ടും വരാതിരിക്കാൻ മാനേജർ തലപ്പതിയുടെയും കൂടി നല്ലൊരു ആരാധകനാണെന്ന് ഓട്ടോക്കാരെ പറഞ്ഞു ബോധ്യം. நாங்க எல்லாரும் விஜயரசிகங்க. தளபதியோட லாஸ்ட் படம் வரல. நாங்களும் அதுக்காக தான் வெயிட் பண்ணிட்டு இருக்கேன். എന്താ പട്ടി കുറച്ചുകൊണ്ട് വരുന്നില്ല? ഏതോ ഒരു ഡോബർമാൻ കിടന്ന് ഓടുന്നു കടിക്കാൻ വേണ്ടി. ഇവിടുന്ന് മനുഷ്യര് വരാനുണ്ട്. ബസ് 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 എങ്ങോട്ടാ പോണ്ട? എങ്ങോട്ടാന്ന് അറിയത്തില്ല. അടുത്ത ജംഗ്ഷൻ ഇറങ്ങാലോ. ഇവിടെ നിർത്തുവോ അതിന്? അറിയത്തില്ല. കൈ കാണിച്ചു നോക്കാം. 3 പേരിൽ എന്തായാലും ചേട്ടാ തേനിക്ക് പോകാൻ എവിടെയും നിർത്തുവോ? സ്റ്റോപ്പ് ഏതോ സ്റ്റോപ്പാണ്, അറിയില്ല എനിക്ക്. കേറി 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 കേറി. നിങ്ങൾ വരുന്നില്ലേ? அம்மா இல்ல அண்ணன் தம்பிங்க தானே? அண்ணன் தம்பி தான். விட்டுட்டு கூடாது சரியா? ஒரு சிலர் பேசுறதுனால தப்பா ஆ, எடுத்துக்காதீங்க. ஆ. ஓகேவா? ஓகே அண்ணா. உங்க நம்பர் சொல்லுங்க. கேரளா பசங்களை வந்து சேவ் பண்ணுங்க. മൂവി ഇടിപ്പടമൊക്കെ നോക്കി 2 TV അത്. ചേട്ടൻ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു തന്നെ കേട്ടാ. ഓ അങ്ങനെ ഒരു അംഗം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നളിയ അടി മേടിക്കുമെന്ന് ഓർത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടിയൊന്നും വാങ്ങിക്കത്തില്ല. അവര് ജസ്റ്റ് നമ്മള് കാണിച്ചത് തെറ്റാണ്. നമ്മൾ ചോദിക്കണമായിരുന്നു. ചോദിച്ചില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് വീഡിയോ എടുത്തു ചെല്ലുമായിരുന്നു കൈസ്. അപ്പൊ ആ ഓട്ടോക്കാരൻ ചേട്ടൻ പെട്ടെന്ന് ഇല്ല. എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ചോദിച്ചതായി. പിന്നെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലം ഒക്കെ സോൾവ് ആക്കി വിട്ട് ഇനി എവിടെയെങ്കിലും പോകണേ ചോദിച്ചിട്ട് വേണം എടുക്കാൻ. എടുക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് ആ ഇതെടുക്കാനുള്ള എക്സൈറ്റ്മെന്റിൽ അങ്ങ് മറന്നു. ഇവിടെ ഇറങ്ങി നമ്മൾ ഇപ്പൊ തലയ്ക്ക് വന്നേനെ. ഇവിടെ നിന്ന് ദിണ്ടിഗൽ ബിരിയാണി കഴിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ദിണ്ടിഗൽ പോകണം. ലുങ്കി മേടിക്കുന്ന നമുക്ക് ദിണ്ടിഗൽ പോകാൻ ചേട്ടൻ പറയുന്നത് ദിണ്ടിഗൽ ഈ വണ്ടിയാ, ഈ വണ്ടി അല്ലെങ്കിൽ ബസ് കിട്ടത്തില്ല ഇവിടെ. അപ്പം ആദ്യം തന്നെ കയറിയേക്കായി ബസ്. ബസ് വന്നു നമുക്ക് ബസ് വന്നിട്ടുണ്ട് guys. തിരുമംഗലം പോവാ. പോവാം. ലുങ്കി ഇരിക്കാണേ. ലുങ്കി ഇരിക്കാം. എല്ലാരും ചെറുതായിട്ട് തുറച്ചു നോക്കുന്നുണ്ട് കേട്ടാ. അവിടെ ഒരു ബിരിയാണി കടയുണ്ട്. ആ ദിണ്ടിഗല. അവിടെ ദിണ്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് നമുക്ക് പിന്നെ ദിണ്ടികൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ല ഇവിടെ നമുക്ക് ഈ ബസ് കയറുന്ന ദിണ്ടിഗൽ ഇറങ്ങാം. അതിന്റെ അവിടെ നോക്കാനാ. ആ അവിടെ ടൗൺ ആണെന്ന് തോന്നുന്നു ദിണ്ടിഗൽ. അപ്പൊ എന്തായാലും കയറാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് ദിണ്ടിഗലി ഇറങ്ങി തേനിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് തിരുമംഗലം പോകേണ്ട ബസ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 മണിക്കൂർ നമുക്ക് ഒരു വാഹനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 3/4 മണിക്കൂർ ആകുമ്പോൾ എന്തായാലും അവിടെ ഇറങ്ങും. എവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നോക്കിയോണേ എത്രയാണ് നോട്ട് ചെയ്യുന്നുണ്ട്. 12:30. നമ്മളല്ലേലും തേനി ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ കുറച്ച് ദൂരമാണ്. 2-2.5 മണിക്കൂറാണെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിണ്ടിഗൽ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വേറെ ബസ് പിടിക്കും. എന്നിട്ട് ഇപ്പോൾ 2 ടാസ്ക് കേട്ടുള്ളൂ. ഇനി 8 ടാസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരുമംഗലം എന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. 1 മണിക്കൂർ ആകാൻ എത്ര മിനിറ്റ് മിച്ചമുണ്ട്? 1 മണിക്കൂർ ആകാനായിട്ട് ഇനി 5 മിനിറ്റ് മിച്ചം. 5 മിനിറ്റ് മിച്ചമുണ്ട്. അതിനുള്ളിൽ ഞങ്ങൾ അതിനുള്ളിൽ ഇറങ്ങണം. അതാണ് ടാസ്ക്. ഗൈസ് അങ്ങനെ ഇപ്പൊ ടൈം 1:36. പക്ഷേ ഞങ്ങൾ 1:35 ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഒരു 2 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു. 1:37 ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാണ്. 1 മണിക്കൂർ കൂടെ ദിണ്ടിഗൽ എത്തിയ ദിണ്ടിഗൽ 1 മണിക്കൂറിന്റെ ദൂരമായിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഉണ്ടല്ലോ. അതെ, ഓഫർ ഫ്രീ സർവീസ് ടു എ സ്ട്രേഞ്ചർ. അതിപ്പോ നമുക്ക് ചെയ്യാം. കാരണം അവിടെ വെയിലത്ത് കുറെ ചേച്ചി വാങ്ങിക്കുന്നുണ്ട്. കാണിച്ചേ. അപ്പൊ അവർക്ക് നമുക്ക് വെള്ളം മേടിച്ചു കൊടുക്കാം. വെള്ളം വാങ്ങിച്ചു കൊടുക്കാം. അവരുടെ കയ്യിൽ നിന്ന് മറ്റേ പൈനാപ്പിൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് സന്തോഷമാണ്, നമുക്ക് സന്തോഷം. ഏത് ബസ് സ്റ്റോപ്പാണ് ഇത്? ദിണ്ടിഗൽ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഏത് കാലത്തെയാണ്? കുറച്ച് പഴക്കം കാലം ഉണ്ടെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലെ ഏത് ബസ് സ്റ്റോപ്പ് ഇങ്ങനെ തന്നെയാണ്. ഈ ചേട്ടന്റെ പൊക്കത്തിന് കൊണ്ടുണ്ട് അടുത്താൽ മതിയാ. എന്നിട്ട് വേണം പുള്ളിയുടെ പമ്പറോത് നമ്മുടെ പറയാവിടെ. വെള്ളം തണ്ണി പൈനാപ്പിൾ. എത്ര പൈനാപ്പിൾ? പൈനാപ്പിൾ 20. പിന്നെ തണ്ണിയാ കുടിങ്ക 20. അതെന്നാ അതൊന്നും വേണ്ട എടുത്തുക വേണം.
ചില്ലറ ഒന്നും വേണം. വേണം. ഇവിടെ മുണ്ട് കിട്ടുമെന്ന് തോന്നുന്നു, നമുക്ക് മേടിച്ചിട്ട് പോവാം. കുറെ ഉണ്ടല്ലോ അങ്ങോട്ടോട്ട് കട. പാന്റിന്റെ പൊക്കത്ത് എടുക്കുന്ന പറഞ്ഞിട്ട് പാന്റ് ഇല്ലേ? ഇല്ല പാന്റ് ഊരി ഷോർട്സ് ഉള്ള ബോയ്സ് ഇവിടെ ഹെഡ് സ്കാർഫ് ഉണ്ടെന്ന് കേട്ടോ, അതൊന്ന് കെട്ടി കൊടുക്കേണ്ടി വരും. കെട്ടാതെ കിട്ടത്തൊന്നും ഇല്ല ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഇതൊക്കെ ഫുൾ ടൈം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഫുൾ ടൈം കണ്ടിന്യൂ ചെയ്യണം, അത് കെട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും കെട്ടി ഇറങ്ങും കുറച്ച് നേരത്തേക്ക്. ഇതാണ് ഇവിടുത്തെ കെട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് വേറെ ടാസ്ക് ഉണ്ട്, അത് നമുക്കിപ്പോൾ നോക്കാം. നോക്കാം. അപ്പൊ നമുക്ക് തള്ളത്തോട്ട് മാറിയിരിക്കാം. ഇപ്പൊ അങ്ങോട്ട് നിൽക്കാം. നേരത്തെ പോലെ എവിടെയെങ്കിലും നിൽക്കാനാണെങ്കിലാ ഇനി നിൽക്കാൻ വയ്യ. ഈ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര വെയിലൊന്നും അല്ല, അറിയാത്തോണ്ടാ. നീ ഇവിടുത്തെ ഇപ്പൊ ലോക്കലായി കേട്ടോ അല്ലേ? വെറും നിന്നെ ആരും പറയത്തതില്ല. നമ്മൾ ഒരു എൻവലപ്പിന്റെ പുറത്തേയും ചെയ്ത് അകത്തേയും ചെയ്ത് കേട്ടാ. ലൂണയുടെ ബാക്കിയുണ്ട് അകത്ത് ചെയ്യാൻ, എന്ന് വെച്ചാൽ തൈര് സാധമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ. Go to someone's house and ask for food. അടിപൊളി. ഇപ്പം അറിയാൻ വയ്യാത്ത ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അറിയാവുന്ന ആരും ഇല്ല, അത് തന്നെ. ഇവിടെ ആരും അറിയാനാ ഫുഡ് കഴിക്കാൻ പറ്റും. ആരും പോയി ഫുഡ് കഴിക്കാം. അല്ലെ ഹൗസിൽ തന്നെ പോകണമെന്നുണ്ടോ? പിന്നെ ഇവിടെ കടയിൽ ചെന്ന് കഴിക്കാൻ പറ്റും. ഹൗസ് എന്നാ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓ ഇത് തുറക്കാൻ പോയി ഇപ്പം അത് തുറന്നേ. എന്തായിരിക്കും തലവേദനയുള്ളതായത്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് എ ലോക്കൽ ഇൻ ഓൺലി ജെസ്റ്റേഴ്സ് ആൻഡ് നോ വേർഡ്സ് ഫോർ 5 minutes. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇപ്പം നമ്മൾ നിൽക്കുന്നിടം ഞാൻ കണ്ടുപിടിച്ച ബസ്സിനകത്ത് വെച്ചത് ഇത് കണ്ട. ഈ തിരുമാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ തിരുമാങ്കുളത്ത് നിന്ന് നമുക്ക് ഇനി അടുത്ത പോകേണ്ടത് വൈഗ എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈഗ അങ്ങോട്ട് ഡയറക്റ്റ് ബസ് റൂട്ട് ഇല്ലല്ലോ, ബസ്സൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അടുത്ത മെയിൻ ലൊക്കേഷൻ ഉസിലംപട്ടിയാണ്. ഉസിലംപട്ടിയിൽ നേരെ ആണ്ടിപ്പട്ടി പോവാം. ഈ ആണ്ടിപ്പട്ടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് വൈഗ അടുത്താണ്. ഓട്ടോ വിളിച്ച് നടന്നാൽ എങ്ങനെയെങ്കിലും പോവാം. നമ്മുടെ സൈഡിൽ നോക്കുന്നുണ്ട് അവിടെ മനസ്സിലാക്കിയ ആൾക്കാർ അവിടെ. അപ്പൊ ഫുഡ് കഴിക്കുന്നത് ആംഗ്യ ഭാഷ പോയി ചെയ്യാം അവിടെ. ഗൈസ് നമ്മളിപ്പം ഉസിലംപട്ടിക്ക് പോവാണ്. ഇപ്പൊ ടൈം 2:13. 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കും നേരത്തെ പോലെ. ഇവനിവിടെ ഊമയായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ മാനേജർ തലക്കെട്ടൊക്കെ മേടിച്ച് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാറായി. അടുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, വീട്ടിൽ പോയി അറിയാടാ. ക്യാമറമാൻ കെട്ടിക്കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കെട്ടാനായിട്ട് അബിക്ക് അറിയാം. എന്റെ ദൈവം, അടിപൊളിയാടാ. ഇത് വെച്ചോണ്ട് നടക്കണമല്ലോ. സെറ്റ് കൊള്ളാടാ, നല്ലതാടാ. മാട്ടുപ്പെട്ടി മച്ചാൻ മാതിരിയേ ഇരിക്ക്. അപ്പൊ നമ്മുടെ ട്രൈ ഓണ ഹെഡർ അപ്പ് അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അകത്തുള്ളൊരു ടാസ്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാം. തുറന്നിട്ട് നീയല്ലേ തുറന്ന്? അതെ അതെ, ഞാൻ തുറക്കാം. ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ലോക്കൽ ഇൻ ഓൺലി ജെസ്റ്റേഴ്സ് ആൻഡ് നോ വേർഡ്സ് ഫോർ 5 minutes. നമുക്ക് സംസാരിച്ച് നോക്കടാ. ഞാൻ നീ തൊപ്പി വെച്ചിരിക്കാറുണ്ട്. കറക്റ്റ് ആയിരിക്കും. സംസാരിച്ചാൽ മതി. ഫുഡ് ആര് മേടിക്കും? സംസാരിച്ചാൽ കൂടെ വന്നവൻ ഊമയാണെന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ കൊണ്ട് 2 കലം കഞ്ഞി കുടിപ്പിച്ച് സമയം കളഞ്ഞ സമയം കൊണ്ട് അവിടെ മാനേജർ അടുത്ത ട്രാക്ടർ വരെ കണ്ടുപിടിച്ച് അതിക്കും. ട്രാക്ടർ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടൻ ട്രാക്ടർ കയറി പോവാണ്. കേരള നീ കേറിക്കോ. ട്രാക്ടറിൽ ഏറല്ലേ ദൂരെ ഒന്ന് പാത്തിട്ട് ഓടി വന്നിട്ട് ഇങ്ങ തമിഴ്നാടെല്ലാം പാക്കറത് വന്നേ. 2000 രൂപയ്ക്കാന്ന് എടുത്ത് കൊടുക്കണമല്ലേടാ. നമുക്ക് വണ്ടിക്കൂലി തികയോ? തികയല്ലേ? അയ്യോ എന്ത് ഭാഗ്യാന്ന് നോക്കിയാ. ഞങ്ങളൊരു വീട് നോക്കി വന്നതാ. ട്രാക്ടർ കിട്ടി. അയ്യോ ഒരിക്കലും വിചാരിച്ചില്ല കിട്ടുന്നത്. വാ ഇപ്പൊ കുറച്ച് കോൺഫിഡന്റ് കേട്ടോ. നമ്മുടെ 4 മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് ട്രാക്ടർ കഴിഞ്ഞിട്ടുണ്ട്. തൈര് സാധവും സാമ്പാർ സാധവും രസ സാധവും കൂടി കഴിച്ചാൽ 3 എൻവലപ്പ് തീരും. പിന്നെ 2 എൻവലപ്പ് ബാക്കിയുള്ളൂ. ഇനിയുള്ളത് ഗെറ്റ് ഹെന്ന ഡിസൈൻ റൈഡ് ലൂണ ബൈക്കാ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ വന്നിട്ട് അരമണിക്കൂർ കൂടെ 1 മണിക്കൂർ എടുത്തായില്ല ഇവിടെ വന്നിട്ട്. അപ്പൊ ആ സമയത്തുള്ളിൽ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം കൂടെ ചെയ്യാം. തൈര് സാധം കിട്ടുന്ന കട എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ചോദിക്കേണ്ടി വരും മിക്ക കടയിൽ. വേറെ ബോർഡൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എനിക്ക്. ഇവിടെ കിട്ടുക ചോദിച്ചു നോക്കാം. നിനക്ക് തൈര് സാധം ഉണ്ടാകും. ഇവിടെ തൈര് സാധം ഇവിടെ കിട്ടും.
അവിടെയാ ചേട്ടൻ പറയുന്ന അവിടെ ഇവിടെ കണ്ട് കിട്ടുമെന്ന്. ആ കട കിട്ടുമായിരിക്കും. ആ കടയായിരിക്കും. റോസി അവർ ഇതുവരെ കാണാത്ത 2 കസ്റ്റമർ അങ്ങോട്ട് നടന്നു വരിക. തൈര് സാധം ഉണ്ടോ? തൈര് സാധം അങ്ങോട്ടങ്ങാണ്ട് പോകാൻ പറയുന്നു. ഈ തൈര് സാധം ഇവിടെ ഇല്ലാത്ത സാധനമാണ്. അല്ല തൈര് സാധനം കോമൺ ഫുഡ് അല്ലേ ഇവരുടെ? എന്നിട്ട് എന്താ ഒരു കടയും ചോദിച്ചിട്ട് കിട്ടാത്ത? അവിടെ തീർന്നതാണ്. அண்ணே எப்படி அண்ணா, இருக்கு இவனுக்கு இந்த லூனா பைக் வந்து ஓட்ட கொடுக்க முடியுமா? இது அவ்வளவு தூரம் கொஞ்சம் 10 பக்கத்துல. மீட்டர் 10 மீட்டர் ஆனா, நாங்க வந்து கேரளா வரோம். அங்க இந்த லூனா பைக் ஒன்றும் கிடையாது. இவனுக்கு ஒரு ஓட்டி பாடுறோம் அந்த மாதிரி. நீங்க வேணா உட்காருங்க, பின்னாடி உட்காருங்க. ஓகேயா? அப்படியே എങ്ങനെ സ്റ്റാർട്ട് ആകുന്നത്? എനിക്ക് സ്റ്റാർട്ട് ആക്കാൻ അറിയത്തില്ല. തൈര് സാധം മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. കൂടെ രസം സാധം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയല്ലേ പറഞ്ഞേ? ആ വഴി ഉണ്ടായിരിക്കുക. നോക്കി നോക്കാം. ആൾക്കാരിങ്ങനെ തുറച്ചു നോക്കുന്നു. അതിപ്പോ എന്നെ ഉണ്ട്. அவ்வளவுதானா? உங்க வீடு அப்ப எங்க இருக்கு? பக்கத்துல? ഗൈസ് ടാസ്ക് കംപ്ലീറ്റഡ്. അവൻ ദിണ്ടിഗൽ ബിരിയാണി ആണോ അല്ലേ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തൈര് സാധനം ഒന്നും കിട്ടുന്നില്ല. തൈര് സാധനം ചെയ്ത് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ജയിക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് ആദ്യത്തെ കാര്യം ഈ ക്യാമറ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ആൾക്കാരുടെ നോട്ടം കുറച്ച് വശപ്പശക്കാകട്ടോ. ഉണ്ടോടാ വാ. ஒரு சேலஞ்ச் முடிஞ்சிருக்கு. தேங்க் யூ. ரொம்ப நன்றிங்க. தேங்க் யூ. உங்களுக்கு கொஞ்சம் டைம் இருந்ததுன்னா இவரை கொண்டு ஓபன் பண்ணிக்கலாமா? ഓപ്പൺ பண்ணிக்கலாம். ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് കർത്തവാണ്ടി അണ്ണനെ കൊണ്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്ര നേരം ഞങ്ങൾ രണ്ടുപേരല്ലേ ചെയ്തത്. ഇത് ദിണ്ടിഗൽ ബിരിയാണി സെയിം തന്നെയാണോ? നമ്മൾ ദിണ്ടികളിലല്ലേ ഉള്ളത്. നമ്മൾ ദിണ്ടിഗലില്ല. അപ്പൊ ഇവിടുന്ന് ബിരിയാണി വെച്ചാൽ ദിണ്ടിഗൽ ആദ്യമല്ല. ദിണ്ടിഗൽ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി ദിണ്ടിഗൽ ബിരിയാണി സ്റ്റൈലാണ്. കറുപ്പാക്കട്ടി ബിരിയാണിയാണ് പൊതുവെ ഇങ്ങനെ ദിണ്ടിഗൽ ബിരിയാണി പറയാം. അതുതന്നെയാണ് ഇപ്പൊ ബ്രോ പറയുന്നത് ദിണ്ടിഗലാണെന്നാണ്. ഐ തിങ്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. ഇപ്പം അടുത്തത് നോക്കാം എന്താണ്. ബൈ ആൻഡ് വേറെ ലുങ്കി ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ട്രിപ്പ്. കറുപ്പ് പാണ്ടി അണ്ണൻ എന്തായാലും നല്ല ലെക്കുണ്ട്. പുള്ളിയെ ദൈവമായിട്ട് സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഈസിയാ ചെയ്യാനായിട്ട്. ഉടുത്താ പോരെ. അത് വലിയ ടാസ്ക് ഒന്നുമില്ല. ആൾക്കാരൊക്കെ നോക്കുന്നേ ഉള്ളൂ. വലിയ ടാസ്ക് ഒന്നുമില്ല. ബ്രോ ഇത് ദിണ്ടിഗൽ ബിരിയാണിയാണോ? ആണെന്നാ പറയുന്നത്. ക്യാമറ നീ കഴിക്കുന്നില്ലേ? അതെ കുലുങ്ങുന്നു ക്യാമറ. യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സബ് ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലുങ്കി മേടിച്ച് കളയാതെ അവിടെ അകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അത് സീനായിട്ട് പക്ഷെ വെളിയിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കടയുടെ പുറത്ത് വന്നപ്പോ ഇനിയുള്ള ട്രിപ്പ് മൊത്തം ഞാൻ ഈ ലുങ്കി കൊടുക്കണം. ഇത് കൊടുക്കാൻ പോവാണ്. കുഴപ്പമില്ല. ലുങ്കി നല്ലോണം ചേർത്തില്ലേ? നിനക്ക് ഈ തലയെക്കെട്ട് നീ കേട്ടാത്ത അത് അവിടെ വരെ ഇവിടെ നീ എന്താണ് ഇവിടുത്തെ ഇങ്ങനെ ഇരിപ്പ് പോലും കണ്ടിട്ട് ഇവിടെ ഡെയിലി വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ ഉണ്ടല്ലോ. ഈ ബിരിയാണി ഞാൻ ബാംഗ്ലൂർ കഴിച്ചിട്ടുണ്ട്. നല്ലതല്ലേ? ഇതിന്റെ റൈസിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. സലാണോ? ഇത് സാമ്പാറാ? അല്ലല്ല, ഇത് ചാറാ. ഇത് സാറിന്റെ ബിരിയാണി തമിഴ്നാട് ബിരിയാണിയുടെ ചാറുണ്ടോ? ഞാൻ ചവയ്ക്കുന്നൊന്നും കേട്ടോ. ഞാൻ ഇറക്കുവാ. എനിക്ക് 10,000 മേടിക്കണം. ഇതെങ്ങനെ അതൊക്കെ പെട്ടെന്ന് സമയം നമുക്ക് പൈസ ചെയ്യണ്ടേ? ഓക്കെ, നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ലുക്ക് ആയിട്ടുണ്ട്. ഈ പാലിനെക്കാട്ടി നല്ലോണം ലുങ്ക് ചേരുന്നു. നീ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കണം. അവന്റെ ലുങ്കി ചേരുന്നുണ്ട്. മാനേജറിന്റെ ക്യാമറമാൻ ഗട്ടറി വീണപ്പോൾ ഞങ്ങളാണ് ആ സമയത്ത് ദണ്ടിഗൽ ബിരിയാണി കഴിച്ച് അടുത്ത ടാസ്കിലോട്ട് ഇറങ്ങി. 4ാമത്തെ എൻവലപ്പ് തുറക്കാൻ പോവുകയാണ്. ആയിട്ട് നമുക്ക് ഒരു എൻവലപ്പിന് വേണ്ടി ചെയ്യാൻ ബാക്കിയുണ്ട്. ആ സാധത്തിന്റെ ഇത് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുമല്ലോ. കൂബ് ഗോ ടു സമ്മൺസ് ഹൗസ് ആൻഡ് ആസ്ക് ഫോർ ഫുഡ്. ആരുടെയും വീട്ടിൽ പോയി ഫുഡ് ചോദിക്കണമെന്ന്. തൈര് സാധം ആ ബസ് സ്റ്റോപ്പിലുണ്ടെന്ന് വാ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെയും ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലെത്തി. ഇവിടെ സാധം കിട്ടുമെന്ന് പറഞ്ഞ് ചോദിക്കാൻ പോയായിരുന്നു ഇവൻ. സാധം കിട്ടിയില്ല. സാധം ഇവിടെ നിന്നാ കിട്ടുന്നത്. തൈര് സാധം എന്ന് പറയുന്നത് മറ്റേ കേർഡ് റൈസാ. ഇതെന്ന് ചോദിച്ചിട്ട് വാ സാധം ഉണ്ടാകും. ഇത് വെജിറ്റേറിയൻ ആണ് ഇവിടെ കാണും കേട്ടാ. ഇന്ന് എന്റെ ഹൈ ഒപ്റ്റിമസ്. ഉണ്ട്. ഉണ്ട്. നീ കഴിക്കില്ല? ഓ എന്ത്? ഒറ്റയ്ക്ക് അല്ല, നമ്മുടെ തീറ്റ മത്സരം. എന്നെ കൊണ്ട് അവിടുന്ന് ആ സാമാനം കുടിപ്പിച്ചാൽ പോരാ. അതിനെ നീ ഊമയായിട്ട് അഭിനയിക്കല്ലോ. നിന്നെ കൂടെ പിടിച്ചു നിന്നെയാണ്. അല്ല, ഏ രസം സാധം, ഏ സാമ്പാർ സാധം, ഓരേ തൈര് സാധം. ഇത് കഴിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. മറ്റേ സാധനം എല്ലാം കഴിച്ചിട്ട് രസം കഴിക്കുമ്പോഴേ ഒരു സുഖമുണ്ട്. ഇത് രണ്ടും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിന്നെ കൊണ്ട് പറ്റത്തില്ല. പെട്ടെന്ന് തീർത്തേക്കാം. ഇല്ല, ഹിറ്റ് ചെയ്യുന്നില്ലേ? ആ ഒരു ഹെവി ഫീലൊക്കെ അങ്ങ് പോകുന്നുണ്ട് പെട്ടെന്ന്.
ഒന്നും ബാക്കിയൊന്നുമില്ല കേട്ടോ. പച്ചക്കറി കഴിക്കാതെ ഞാൻ ഇതിന്റെയാണ് വയറ് നിറഞ്ഞെന്നും പറഞ്ഞ് എന്നെ കൊണ്ടാണ് എല്ലാം തിരിച്ചോണ്ടിരിക്കുന്നത്. അതേ സമയത്താണെങ്കിൽ മാനേജർ അവിടെ ഇപ്പോഴും ബസ് കയറി തീരുന്നില്ല. ഹായ് തമിഴ്നാട്ടിലാ മലയാളി. അതെ എന്റെ ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി തമിഴ്നാട്ടിൽ ആദ്യത്തെ പുള്ളിയാ. എനിക്ക് വയ്യ. എന്നെ വീഡിയോ എങ്ങനെ അറിയാം തമിഴ്നാട്ടില്? തമിഴിൽ എങ്ങനെ தெரியும்? ഞാൻ മലയാളത്തിൽ വീഡിയോ പண்றேனா? நீங்க இவங்க மலையாளத்துல தானே வீடியோ பண்றாங்க. ஆமா. உங்களுக்கு மலையாளம் தான். My wife are you Malayali? ഓ ഓക്കെ ഓക്കെ Okay, Malayali subscriber. ആ ഓക്കെ ഓക്കെ. പുള്ളിയുടെ വൈഫ് മലയാളിയാ. അങ്ങനെ എന്നെ പരിചയമുണ്ടെന്ന്. രാവിലെ എത്ര മണിക്ക് ഇറങ്ങും ഇവിടെ? ഒരു മനുഷ്യനും എന്നെ ഇവിടെ അറിയത്തില്ല കേട്ടാ. ഫസ്റ്റ് ആളാണ്. வை ചോദിക്കാം வீட்டுல வந்தா ஏதாவது சாப்பிட கொடுக்க முடியுமா? Seriously, confirm. Go to home. பக்கத்துல தானே? പക്കത്തല്ലേ? പക്കത്ത് ഇരിക്ക്. 600 meters. ബ്രോയുടെ വീട് അടുത്താണെന്ന് പറയുന്നത് 600 മീറ്റർ കാണുമ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഇനി കഴിക്കാനുള്ള സ്പോട്ട് കഴിക്കുക. ചെറുതെന്തേ വെള്ളം തന്നു അത് കഴിക്കുന്നു. Food കളിച്ചോ? ഫുഡാ ചെല്ലാം. നമുക്ക് ആദ്യം നോക്കിട്ട് വരാം. തമിഴ്നാട് ഓട്ടോ ആയിട്ടുണ്ട്. ആണ്ടിപ്പട്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ ടൈം 5:14, 4:49 നമ്മൾ കയറിയത്. അപ്പൊ 5:14 ആയപ്പോൾ നമ്മൾ കറക്റ്റ് വന്നിരിക്കുകയാണ് ആണ്ടിപ്പട്ടി. ബ്രോയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമസ്കാരം. അച്ഛനും അമ്മയാണ് കേട്ടോ. ഫാദർ മദർ. പേര് സെൽവി ദാസപ്പൻ. ലിയോദാസ്. கொஞ்சோன்னு சொல்லு மச்சான். கொஞ்சோன்னு சொல்லு. എടാ ഈ കഴിക്കാൻ പറ്റിയല്ല കാര്യമായിട്ടു. നീ കഴിച്ചു കുഴപ്പമില്ല. ഏത് നാട്ടിലാടാ കൊഞ്ചം? കൊഞ്ചമാണ്. ഞാൻ കഴിച്ചു തീർക്കാനാണോ? നേരത്തെ ഞാനാ കഴിച്ചു തീർത്തത്. ഷെയർ ചെയ്യാനാ പറഞ്ഞു. തമിഴ്നാട് ഫുഡ് എങ്ങനെ പറയുന്നത്? തമിഴ്നാട് പപ്പടം ഇருக்கு. ഇപ്പൊ ലാഭമല്ലോ. എത്ര ബിരിയാണി സാപ്പിട്ടാച്ച്. ഓൾറെഡി തേർഡ് മീൽ. ബിരിയാണി സാപ്പിട്ടാച്ച്, തൈര് സാദം, സാമ്പാർ സാദം, രസം സാദം, ബിരിയാണി. പിന്നെ കുടിച്ച സാധനത്തിന്റെ പേര് അറിയില്ല. ഞാൻ കൊറേ കഴിച്ചു കേട്ടാ. പിള്ളേരൊക്കെ ഒന്നല്ല കുറെ പേര്. വെരി ഗുഡ്. താങ്ക്സ്. എല്ലാരും എന്നെ കഴിപ്പിച്ച് വണ്ണം കൂട്ടാൻ നോക്കുക. മനസ്സിലായോ? എന്റെ വണ്ണം കൂടിപ്പോന്ന്. ആ 6 pack ഉള്ളൂന്നാ. ഇനി നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്ന് മെഹന്തിയുടെ മെയിൻ, ഒരു സബ് ടാസ്ക് ആംഗ്യ ഭാഷ, വീട് കയറി ഫുഡ് വീട് നീ കയറാം. ഞാൻ ഇത് ഈ പോലത്തെ വീട്ടിൽ കയറി അവർ ഓടിക്കും. ഓക്കെ എന്തെങ്കിലും ആട്ടെ, ഞാൻ നോക്കാം. ആംഗ്യ ഭാഷ ഞാൻ നോക്കാം. ഇനി മെഹന്തി ഉണ്ട്. മെഹന്തിയുടെ സബ്. ഫ്രൂട്ട്സ് കടയിൽ പോയി ചോദിക്കുന്നത് നോക്കാം. എനിക്കറിയത്തില്ല സക്സസ് ആവുകയില്ലെന്ന്. എന്തായാലും നോക്കാം. വരുന്നത് കാണാം. ഇനി ഒരേ ഒരു എൻവലപ്പും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ട്രാക്ടറും കൂടി ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറയുക. അതായത് പേയ്മെന്റും ചെയ്ത് ഓട്ടോടാ ചേരെന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല. പിടിച്ച് വലിച്ച് ചെയ്ത് കേട്ടാ. ഈ ട്രാക്ടറും കൊണ്ടുവരുമെന്ന് പറയുന്നത് എങ്ങനെ കൊണ്ടുവരുന്ന എനിക്കറിയില്ല. ബ്രോയുടെ റിലേറ്റീവിൻ്റെ ഒരാളുടെ ഓട്ടോയാണ്. നോർമലി ഇവിടെ ഓട്ടോയ്ക്കൊക്കെ 1 കിലോമീറ്റർ പോകുന്നതിന് 100 രൂപയാണ്. അപ്പോൾ 1 കിലോമീറ്റർ പോകുന്നതിന് 100 രൂപ ആയതുകൊണ്ട് ബ്രോ തന്നെ ബ്രോയുടെ ഫാമിലി മെമ്പറിൻ്റെ ഒരു ഓട്ടോ വിളിച്ച് വന്നു. അടി കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം. നമ്മൾ ട്രാക്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഏതൊരു നല്ല പഴക്കമുള്ള ഓൾഡ് ഫാഷൻ ട്രാക്ടറാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ഫൈനൽ എൻവലപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് തേനി എത്തിയിട്ട് തുറക്കാം. ഞാനിരിക്കട്ടെ ഇവിടെ. എങ്ങനെ ഇവിടുന്നാ? ഓ എനിക്ക് ഇരുന്നിട്ട് ശീലമില്ല. ഓ നല്ല ഹൈറ്റ് ആയിട്ടാ. ഓ വൈബ്. നീ അവിടെ ഇരിക്കുന്ന? ഓ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ട്രാക്ടറിൻ്റെ പൊക്കത്ത്. ഇത് കുറച്ച് പിടിച്ചിരിക്കണം കേട്ടോ. ഇവിടെ വളയം നല്ലതായിട്ടൊക്കെ ഇട്ട് കറക്കിയാലേ ഓടത്തുള്ളൂ കേട്ടോ വണ്ടി. ഞാൻ എന്തായാലും ട്രാക്ടർ കറങ്ങിയിട്ട് വരാം കേട്ടാ. ആ ഓക്കെ ഞാൻ വരാടാ. ഓ ഇത്ര സ്പീഡുണ്ട്. ഇതിന് 8 കിലോമീറ്റർ പോകും കേട്ടോ 1 ലിറ്റർ. എൻ്റെ വണ്ടിക്ക് 11.5 ഉള്ളൂ. അത് വെച്ച് നോക്കി ഇതാണ് നല്ലത്. ഓ ഇതിന് 2 ബ്രേക്കാണ് കേട്ടോ. നോക്കി ഇവിടെ നോക്കി കണ്ട. 2 ബ്രേക്ക്. ഒരെണ്ണം ചവിട്ടി അത് നിൽക്കും, ഒരെണ്ണം ചവിട്ടി ഇത് നിൽക്കും. പഴയ കാല ട്രാക്ടർ ഇല്ലേ
അത് തന്നെയാണത്. ഇവിടെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബം തന്നെയാണ് മെയിൻലി. ഈ ബ്രോയുടെയാണ് മറ്റേ ആ ഓട്ടോക്കാരൻ ചേട്ടൻ ഫാമിലി പെട്ടതാ. ഈ ബ്രോന്റെ ഫാമിലി പെട്ടയാണ് ട്രാക്ടർ ചേട്ടൻ കേട്ടാ. കാണിച്ചേ. അപ്പൊ ഇവരെല്ലാം ഒരു വലിയ ബിഗ് ഫാമിലിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാനും കൂടിയാ. അതേ കണ്ട ബിഗ്ഗസ്റ്റ് ഫാൻ കൂടിയാ. നമുക്ക് ഇറങ്ങാം. കണ്ടാ ഒരു ഹെന്ന ഡിസൈൻ എടുക്കാനായിരുന്നു. അപ്പോൾ മൈലാഞ്ചി നമ്മൾ സ്വന്തമായിട്ട് തന്നെ മേടിച്ച് ഡിസൈൻ ഇടാൻ പോവുകയാണ്. മൈലാഞ്ചി ഇടത്തില്ലല്ലോ ഇവിടെ. മൈലാഞ്ചി ഇടാൻ ആരുമില്ല ഇവിടെ. ഇതിൻ്റെ ഡിസൈൻ അവിടെ പോയിട്ട് തേനി പോയി ഇടാം. എന്നിട്ട് നമുക്ക് അടുത്ത ഏതായാലും ഫൈനൽ ടാസ്ക് നോക്കാം. ഇവരെല്ലാം താങ്ക്സ് കേട്ടോ. ഇവരാണ് ഇവിടെ വരെ എത്തിച്ചത് നമ്മളെ. ഇവിടുന്ന് കയറിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി പിന്നെ വേറെ ബസ് പിന്നെയും പിടിക്കണം. നമുക്ക് ഒരേ ഒരു ബാക്കിയുള്ള 500 രൂപയുടെ നോട്ടാണ്. ആ 500 രൂപ നോട്ടിൻ്റെ പക്കത്ത് ചെറുതായിട്ടൊരു കറയുണ്ട് കേട്ടോ, ഒരു പിങ്ക് കളറ്. അതുള്ളതുകൊണ്ട് ഇവിടെ എടുക്കത്തില്ലത്. നമ്മുടെ എതിർ ടീം എവിടം വരെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവന്മാരെ കൊണ്ടൊന്നും പറ്റി കാണത്തില്ല. അവർ ഓൾറെഡി പാലം കണ്ടുപിടിച്ച കണക്ക് അവർ ചിലപ്പോൾ ഈ ഡാം ഓൾറെഡി കണ്ടുപിടിച്ച് കാണും എവിടെയെങ്കിലും. ആംഗ്യഭാഷ പറഞ്ഞപ്പോൾ ചൂണ്ടുഭാഷ എന്നുള്ള രീതിയിൽ മാനേജറും ടീമും ഇപ്പോഴും ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഞങ്ങളാണ് ഫൈനൽ ലൊക്കേഷൻ അടുത്തെത്താൻ. നമ്മൾ ആ ബസ്സിൽ നിന്ന് ഒറ്റയടിക്ക് ഇറങ്ങി ഈ ബസ്സിലോട്ട് ചാടി കയറി. ഇത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു ടാസ്ക് ഇപ്പോഴും തുറന്നു നോക്കിയിട്ടില്ല. ആ മൈലാഞ്ചി കൈ വരച്ചിട്ട് തുറന്നു നോക്കണം ആ സാധനം. അതവിടെ പോയിട്ട് ചെയ്തില്ലേ? അവിടെ പോയിട്ട് ചെയ്താലും മതി. അല്ല നിനക്ക് ഇപ്പോഴും കൈ വരയ്ക്കാമല്ലോ. അവിടെ ഇവിടെ അടിച്ചാൽ പോരെ. അവിടേക്ക് അരിച്ചൊരു വൃത്തിയാണ് അവിടെ. ഞാൻ ഇവന് നല്ല കളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ബസ്സിനകത്തിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല ഇത്. നാട്ടുകാർ പിടിച്ച് തല്ലോ എന്തോ. ആ സൂപ്പർ സൈൻ ചെയ്തവരുണ്ട്. ഇനിയിപ്പോ നമുക്ക് ആകെ ഉള്ളൊരു മെയിൻ ടാസ്ക് ഇതാ. നമുക്ക് ഡാമിലോട്ട് നടക്കുന്ന വഴിക്ക് ആരെങ്കിലും കിട്ടും. ഇത്രയും നേരം നടക്കുമല്ലോ. നമുക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, ആരെങ്കിലും വരാതിരിക്കത്തില്ല. അതിനൊക്കെ നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് നടക്കാം. ആരെങ്കിലും കിട്ടുമല്ലോ. ഉറപ്പാണ്. നമുക്ക് നടക്കാം. കയ്യിൽ ഡിസൈനൊക്കെ വരച്ച് കേട്ടാ. ഇതാണ് ബെസ്റ്റ്. കുലുങ്ങുന്ന ബസ്സിൽ ഭരിക്കാൻ പറ്റുന്ന ഡിസൈൻ ഇത്രേ ഉള്ളൂ. കാണല്ലേ, അവന്റെ ഞാൻ മാർഗരേഖ വരച്ചു കൊടുത്തതാണ്. അവന്റെ കയ്യിൽ ഏതാ രേഖ അത് തന്നെ ഡിസൈൻ വരച്ച. ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവസാനത്തെ ടാസ്ക് ഒരു ഗോഡ് ഫാം എക്സ്പ്ലോർ ചെയ്യണം. അതിട്ട് എക്സ്ട്രാ 500 കിട്ടും പ്രൈസ് മണിക്കകത്ത്. നിങ്ങളൊരു ഗോട്ടിനെ മിൽക്ക് ചെയ്താൽ മിൽക്ക് ഇപ്പൊ 500 വേണ്ട, 10,000 തന്നെ മേടിക്കാം. പക്ഷെ ഗോഡ് ഫാം വരുന്ന വഴി എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ബ്രോയോട് സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഒരു മെഹന്തി ഡിസൈൻ ഇടാൻ നോക്കുക. അതാ ബ്രോയ്ക്ക് പേടിയുണ്ട് കുളമാകില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാം ദൈവത്തിന്റെ ഇരിക്കുന്നത് നോക്കാം. ബ്രോ പണ്ണുங்க നിങ്ങൾ പണ്ണുங்க ഏതാச்சும் ഡിസൈൻ പണ്ണുங்க ബ്രോ. எந்த பிரச்சனையும் இல்ல. ஓகே போடுங்க. குழப்பம் இல்ல, போடுங்க. ஏதாச்சும் போடுங்க. கையெல்லாம் விறக்குது. வாவ், நல்லா இருக்கு. ப்ரோ ஆயிட்டேன். ഓക്കെ ஓகே ப்ரோ, தேங்க் யூ. ഓക്കെ நன்றி ப்ரோ. നമുക്കാണെങ്കിൽ ഇവനെന്തായാലും അവിടെ പോയി ചോദിക്കും ഗോഡ് ഫാം ആണെങ്കിലും ഉണ്ടാകും. ഇവൻ ഇവിടുത്തെ ലോക്കലായിട്ട് എളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും ഡൗട്ട് അടിക്കത്തില്ല. അപ്പൊ ഇതിനകത്തുള്ള സബ് ടാസ്ക് മിക്സ് തൈർ സാദം, സാമ്പാർ സാദം, രസം സാദം, ഈറ്റ്. തൈര് സാദം, രസം സാദം, സാമ്പാർ സാദം, ഈ 4 കൂടെ കുഴച്ചിട്ട് അടിക്കാനായിട്ട്. കുഴപ്പമില്ല, അടിച്ചോളാം. ഇതിന് വഴിയില്ലല്ലോ. എടാ ഇവിടെ ആടുണ്ടെന്ന്. ആടിനെ ഒന്ന് കറക്കാൻ പറ്റാൻ ചോദിക്കണം. വേണ്ട എനിക്ക് തോന്നുന്നില്ല പാതിരാത്രി അടിക്കും. ഇങ്ങ ഒന്നും കിടക്കാത്, എന്റെ കടയിലുമേ കിടക്കാത്. ആ ചേട്ടൻ പറയുന്നത് ഈ സാധനം എല്ലാം രാവിലത്തെ ഡിഷാണ്, രാത്രി കിടക്കത്തില്ലെന്ന്. വൈകുന്നേരം എങ്ങും കിട്ടത്തില്ലെന്നാ പറയുന്നത്. അതാ, അപ്പോ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഈ വീട്ടിനകത്ത് ആടിനെ കിട്ടി. പാതിരാത്രി ആടുന്ന വീട്ടിലോട്ട് എവിടെ ഇത് രാത്രി വൈകുന്നേരം ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഉള്ള ഒരു കടയിലും അതില്ല. അതിന്റെ അകത്തുള്ള വേറെ ഒരെണ്ണം തുറന്നു നോക്കിയാൽ നമ്മൾ ചെയ്യാത്ത ഒരെണ്ണം തുറന്നു നോക്കാം. എന്തായാലും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അത് നോക്കാം. അകത്തുള്ള സബ് ടാസ്ക് നോക്കാം. ഇതെടുക്കാനാ? തുറക്ക്. Only speak in Tamil for 30 minutes. Okay. Only speak in Tamil for 30 minutes. Easy. ഇനി നമുക്ക് 30 മിനിറ്റ് തമിഴ് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു ഭാഷയും സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ചെയ്യുക. അപ്പൊ Okay. starting from now on. Okay. പച്ച തമിഴുണ്ടാ அண்ணா எப்படி இருக்கு? சுகமா இருக்கு, வாங்க. சுகமா இருக்கா? சௌக்கியமா இருக்கா? சௌக்கியமா இருக்கா? பார்த்தா மட்டும்தான் போதும் அண்ணா, பார்த்தா மட்டும்தான் போதும். ஜஸ்ட் வீடியோ எடுத்தா மட்டும்தான் போதும். ஆடுண்ணே പൊക്കത്തു നിന്ന് എടുത്താലും മതി. அண்ணா இன்னொரு தர்மம் கொடுக்குற டாஸ்க் இருக்கு, அது மட்டும் தான் இருக்கு. அது மட்டும் தானே இருக்கு. அது மட்டும் தான் இருக்கு, ബാക്കി எல்லாமே முடிச்சாச்சு. ഇതിനകത്താണ് ആടുകൾ. ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഇപ്പൊ പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് കയറി അവരെല്ലാം ഓടിപ്പോകുന്നു.
ദൈവം തന്നെ നോക്കുന്നുണ്ടല്ലോ വെള്ളം. ഈ സമയത്ത് ഇത് ഇവിടെ കെട്ടി വെച്ചിരിക്കുക. ഇപ്പം ഊരിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടിപ്പോകുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആടെല്ലാം ഇരിപ്പുണ്ട് നമ്മളെ നോക്കുന്നത്. നന്ദി. പെട്ടെന്ന് പോവാം. നമ്മുടെ ഡാം അടക്കി 8 മണിയാകുമ്പോൾ അവന്മാരവിടെ എത്തിയിട്ടുണ്ടോ അറിയത്തില്ല. இப்ப நாங்க வைகாடாம் பக்கத்துல போட்டுருக்கு. ஆனா அர்ஜுன் அங்க இருக்கும்னு நினைக்கிறேன். நான் நம்பல, ஆனா அங்க கூட கேட்டு பார்க்கலாம், தெரியாது. ஆனா ஒரு டாஸ்க் கூட மிச்சமா இருக்கு. பாப்போம். இந்த டைம்ல வீட்ல ஏறவும் முடியும். இந்த தவணையும் கூட ஃபெயில் ஆனா என்ன செய்ய முடியும்? അങ്ങോട്ടാണ് ഡാം എന്ന് പറയുന്നത്. ഈ പാതിരാത്രി വെളിച്ചവും പോയി എല്ലാം പോയി. എവിടെ അവന്മാരോട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചേനെ എത്തിയിട്ടില്ലായിരിക്കും. ഇപ്രാവശ്യം കടന്നില്ല അവരെ കൊണ്ട്. ദൈവം ആ മാനേജറിന്റെ മുഖം കാണുമായിരിക്കും. രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് മോഹൻ എനിക്ക് കാണറിയാ. എന്നെ വിട്ടിട്ട് അവനെ എടുത്തായിരുന്നു. നീ പാത്തിട്ടാ എനക്ക് കൂടെ അഴുക വരുന്നത്. ഇതെന്ത് ഡാമാണ്? ഇവിടെ ഇത് കാർ പാർക്കിംഗ് ആണോ? മുകളിലോട്ട് മനുഷ്യ ലൈറ്റ് കണ്ട ഇത് അതാ. മുകളില് ആണാണ്. ഡാമാ. അവന്മാരപ്പോ ഇവിടെ ഒന്നും കാണുമല്ലേ? രാവണ്ടി എന്റെ അല്ലേ? രാവണ്ടി ഏസി കളാക്കിട്ട് വെച്ചിരിക്കുന്നത്. ആൾക്കാരെത്തി. பிரச்சனை என்னன்னா எங்களுக்கு ஒரு டாஸ்க் கிடைச்சாச்சு. ஏன்னா ஒரு வீட்டில் போய் தர்மம் கேட்கணும், பிச்சை கேட்கணும், சோறு சாப்பிட்றதுக்கு ஏதாவது இருக்கா, அது மாதிரி ஒரு பிச்சை கேட்கணும். இந்த நைட்டு நேரத்தில் எதுவும் வீடும் போக முடியாது. போனால் நம்மளுக்கு அடி கிடைக்கும். ചാടിക്കേറി മാന്തി. അവന്മാരപ്പോ ഇപ്പോഴും എത്തിയില്ല. നമുക്ക് മാനേജറിന്റെ മുഖം എന്താന്ന് നോക്കാം. നമുക്ക് വിളിച്ചിട്ട് പറയാം ഞങ്ങൾ എത്തിയിട്ടില്ലെന്ന്. நீங்க தானா வண்டிக்கு வெளியில வாங்க. பார்த்தாச்சு. நீங்க தானா? ஆமா. இந்த முண்டு போட்டுக்கிட்டு வர்றதா உங்க தாலே வர்றது. பார்த்தாச்சு അവർ തലവരെ பார்த்தாச்சு. അവന്മാർ കുറച്ചേറെ ആഹ്ലാദിക്കട്ടെ. ആദ്യത്തെ വിക്ടറി അല്ലേ, എന്തോ കിട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് ആഹ്ലാദിക്കട്ടെ. കുറേയൊക്കെ പീക്ക് വെക്കുമ്പോൾ നമുക്ക് പൊട്ടിക്കാം. അർജുൻ അങ്ങ് ഇരിക്കുന്ന തെറിയുണ്ടാ? അർജുൻ അങ്ങ് ഇരിക്കാൻ അർജുൻ തൊല്ലിയാച്ചല്ലേ ഞങ്ങൾക്കിട്ടെ. അവന്മാർ വരുന്നുണ്ട്. നടന്ന് വരുന്നത്. ஃபர்ஸ்ட் கிட்ட என்ன சந்தோஷமாയിരിക്കും. ஒரு டாஸ்க் கம்ப்ளீட் பண்ணல. யார்கிட்ட அந்த டாஸ்க் கம்ப்ளீட் பண்ண முடியாது. ஆனா இந்த நேரத்துல எது வீட்லயும் போக முடியாது. அதான் மெயின் பிரச்சனை. பகல கூட போக முடியாது. எல்லா வீட்லயுமே பொம்பளங்க தான் இருந்தது. ஆமா. எப்படி போறோம்? உங்க ஓட்டோக்குள்ள யார் இருக்கு? அர்ஜுன் எம்பி இருக்கா? സബ്സ്ക്രൈബർ എല്ലാം പ്രതീക്ഷയും പൊട്ടാൻ പോവുകയും. കോള് വരാത്ത എന്താണ് ഇവിടെ? എന്താ ഇത്ര ഇടം തള്ളുന്നത്? ഇത്ര ഇടന്ന് ആദ്യമായിട്ട് ജയിച്ചതിന്റെ ആയിരിക്കും ഇത്ര. നമ്പലെന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് പണ്ണല്ലേടാ. ഡെസ്റ്റിനേഷനിലെത്തി. അവരെ കാണില്ലേ? ഞങ്ങൾക്ക് 2 ടാസ്ക് ബാക്കിയുണ്ട്. ഇവിടെ ഈ പട്ടിക്കാട്ടില് രാത്രി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ നിങ്ങൾ ഏത് ഏരിയയിലാ പോയെന്ന് എനിക്ക് സത്യത്തെ അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പോയ കണക്കത്തൊരു ഏരിയ ആണെങ്കിൽ ഇതവിടെ വെച്ച് നിർത്തിയിട്ട് പോരുന്നത് നല്ലത്. കാരണം ഞങ്ങളുടെ ഒരു ടാസ്ക് പെൻഡിങ് ആയിട്ടുള്ളതാണ് ചേട്ടാ. എടാ ഞങ്ങളുടെ ഒരു ടാസ്ക് പെൻഡിങ് ഉണ്ട്. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ കയറി ഫുഡ് ചോദിക്കാൻ പകല് വീട്ടിൽ കയറി ഫുഡ് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ എന്ത് ചെയ്യാനാണ്? അപ്പം നിങ്ങളുടെ ഒരു ടാസ്ക് ബാക്കിയാണ്, ഞങ്ങൾക്ക് 2 ടാസ്ക് ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾ ജയിച്ചെന്ന രീതി പറയാനാണ്. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഈ ചോറ്. ഞങ്ങൾ എന്തായാലും ടാസ്ക് ബാക്കി ചെയ്യാതെ അങ്ങോട്ട് വരാം. നിങ്ങൾ ജയിച്ചെന്നാക്കി നിങ്ങളുടെ കാര്യം നോക്ക്. ഞങ്ങൾ അവിടെ ഒരു 15 മിനിറ്റ് വല്ല ഓട്ടോ പിടിച്ചാലും വരാം. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അർജുൻ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ജയിച്ചായിട്ടാണ് അർജുൻ ഇപ്പോൾ ഫോണിൽ വിളിച്ചത്. നിങ്ങളിപ്പോൾ കേട്ട് കാണും. അപ്പോൾ എന്തായാലും അർജുൻ ഇങ്ങോട്ട് വരട്ടെ. വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അർജുൻ ഞങ്ങൾ ജയിച്ചെന്നാണ് അർജുൻ പറയുന്നത്. അപ്പോൾ അർജുൻ ഓൾറെഡി ടാസ്ക് നിൽക്കുക. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സേഫായിട്ട് നാട്ടിൽ പോകണം. അവരുടെ ഹെവി ഡിസ്കഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവരുടെ പുറകിൽ പോയി സർപ്രൈസ് ചെയ്യാൻ കേട്ടോ. ആരും കാണത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. പിന്നെ നമ്മൾ പോയാ ഒരുപാട് വീടുകളുടെ ഏരിയ പോയി. പക്ഷേ ആ ടൈമിൽ നമുക്ക് ക്യാമറയും കൊണ്ട് ഓൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ചെറിയ ഏരിയയും ബാക്കിയുള്ള എല്ലായിടത്തും കടകളും ഒക്കെ. നമ്മൾ അകത്തോട്ട് പോകും തോറും കണ്ടിട്ടില്ലടേ.
അപ്പോൾ അതുകൊണ്ടാണ് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്തായാലും അവർക്ക് 2 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് 1 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവരെന്തായാലും വരുമ്പോൾ അറിയാം നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി. ഇപ്പോൾ അർജുൻ പറഞ്ഞ് ഞങ്ങൾ ജയിച്ചെന്ന് പറയാൻ പറയുന്നത്. എന്തായാലും അമ്മമാർ വരട്ടുണ്ട്, ബാക്കി നമുക്ക് അപ്പം നോക്കാം. അവർക്ക് എന്ത് ടാസ്ക് കിട്ടിയേക്ക് നമുക്കും അറിയത്തില്ല, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി നോക്കാം. മാനേജറിന്റെ ടീമിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു, അവരുടെ മൂക്കിന്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പുറകെ കൂടി പമ്മി വന്നോണ്ടിരുന്നിട്ട് പോലും അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ക്യാമറമാൻ്റെ മിണ്ടർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്യാമറമാൻ പോലും എന്നെ കണ്ടിട്ടില്ല. അത് അടുത്തെത്തിയപ്പോഴെനിക്ക് മനസ്സിലായത്. ഞാൻ മേടിച്ചു പോയി. എത്ര ഐഡിയ നിങ്ങൾ പറയുന്നുണ്ടെന്ന് അറിയാം. പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലടാ. ഞങ്ങള് ജയിച്ചു. പിന്നെ ഞങ്ങള് നേരത്തെ നീ പറഞ്ഞാ പറയാൻ തീർന്നു. നിങ്ങൾ വരുന്നത് കുറച്ചു നേരത്തെ മുമ്പ് നിങ്ങൾ വരുന്നതിനെക്കാട്ടിലും. അത് തന്നെ നിങ്ങളെ വിളിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവരെവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാനും പറഞ്ഞത്. മാനേജറിന്റെ 3ാമത്തെ തോൽവിയാണിത്. മാനേജർ എന്തെങ്കിലും പറയാൻ വേണ്ടി ഒന്നിപ്പഴിച്ച 4 ആളാ. നമ്മുടെ വിന്നർ എന്ന് പറയുന്ന ഇവന് 10,000 bucks, 7,500 രൂപ ആദ്യം വന്ന് മേടിച്ചോണ്ട് പോയി, 2ാമത് 10,000 മേടിച്ചോണ്ട് പോകുന്നു. എനിക്ക് വയ്യ. Let's go. 10,000 credited. Tanan.